ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സഹാരി റൈസ് പ്ലസിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ക്യാപിറ്റൽ മാർക്കറ്റിൻ്റെ സെക്കൻഡ് പാർട്ടാണ്, അതായത് ക്ലാസ് 2 ആണ്, ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റം പാർട്ട് 2. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്താണ് ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റം അല്ലെങ്കിൽ ഫിനാൻഷ്യൽ സിസ്റ്റം എന്താണെന്നും അതിൻ്റെ കമ്പോണൻസും പഠിച്ചു അല്ലേ. അതിനുശേഷം നമ്മൾ ഫിനാൻഷ്യൽ മാർക്കറ്റും അതിൻ്റെ പല തരത്തിലുള്ള മാർക്കറ്റിനെ പറ്റിയിട്ടും പഠിച്ചു. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഫിനാൻഷ്യൽ അസറ്റുകളെ പറ്റിയിട്ടാണ്, അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റിനെ പറ്റിയിട്ടാണ്. എന്താണ് ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ് എന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചെറുതായിട്ടൊന്ന് പറഞ്ഞതാണ് അല്ലേ. എന്തായിരുന്നു ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ അസറ്റ് എന്ന് പറയുന്നത്? ഫിനാൻഷ്യൽ മാർക്കറ്റിൽ ഡീൽ ചെയ്യുന്ന ബേസിക് പ്രോഡക്റ്റിനെയാണ് നമ്മൾ എന്തെന്ന് പറഞ്ഞത്? ഫിനാൻഷ്യൽ അസറ്റ്സ് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ് എന്ന് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം? ദ ബേസിക് പ്രോഡക്റ്റ് ഓഫ് എനി ഫിനാൻഷ്യൽ സിസ്റ്റം ഈസ് ദ ഫിനാൻഷ്യൽ അസറ്റ്സ്. എന്താണ്? ദ ബേസിക് പ്രോഡക്റ്റ് ഓഫ് എനി ഫിനാൻഷ്യൽ സിസ്റ്റം. ഏത് ഫിനാൻഷ്യൽ സിസ്റ്റത്തിൻ്റെയും ബേസിക് പ്രോഡക്റ്റ് എന്ന് പറയുന്നത് എന്താണ്? ഫിനാൻഷ്യൽ അസറ്റ്സ് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ് ആണ്. എ ഫിനാൻഷ്യൽ അസറ്റ് ഈസ് വൺ വിച്ച് ഈസ് യൂസ്ഡ് ഫോർ പ്രൊഡക്ഷൻ or consumption or further creation of assets. എന്താണ്? നമ്മുടെ അസറ്റിന്റെ പ്രൊഡക്ഷനോ കൺസംഷനോ അല്ലെങ്കിൽ ഫർദർ ക്രിയേഷനോ വേണ്ടിയിട്ട് എന്ത് നമ്മൾ ഉപയോഗിക്കുന്നു? ഫിനാൻഷ്യൽ അസറ്റുകൾ ഉപയോഗിക്കുന്നു. ഫിനാൻഷ്യൽ അസറ്റ് പ്രൊഡ്യൂസ് ഇൻകം ഇൻ ദി ഫോം ഓഫ് ഇൻട്രസ്റ്റ്, ഡിവിഡൻഡ്, റെന്റ് എക്സെട്ര. അതായത് ഫിനാൻഷ്യൽ നേച്ചർ ആണ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം അതിൽ നിന്നൊരു ഫണ്ട് ഡെവലപ്പ് ചെയ്ത് വരും അല്ലേ. അതെങ്ങനെയൊക്കെയാണ് അല്ലെങ്കിൽ എന്ത് ഫോമിലാണ് എന്ന് ചോദിച്ചാൽ ബൈ വേ ഓഫ് ഇൻട്രസ്റ്റ് ആകാം, എന്താണ്, പലിശയാകാം, അല്ലെങ്കിൽ ഡിവിഡൻഡ് ലാഭവിഹിതമാകാം, അതുപോലെ തന്നെ റെന്റ് ആകാം, എന്താണ്, വാടകയാകാം. ഇങ്ങനെയുള്ള പല രീതിയിലാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ഫിനാൻഷ്യൽ അസറ്റിൽ നിന്ന് ഇൻകം ഫോം ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇൻകത്തിന്റെ പല ഫോമുകളാണ് അതെന്ന് പറയുന്നത്. ഫിനാൻഷ്യൽ അസറ്റ് ഇൻക്ലൂഡ്, നമ്മൾ പറഞ്ഞതാണ് ഫിനാൻഷ്യൽ അസറ്റിനകത്ത് എന്തൊക്കെയുണ്ട്? ക്യാപിറ്റൽ മാർക്കറ്റ് ഇൻസ്ട്രുമെന്റും അതുപോലെ തന്നെ മണി മാർക്കറ്റ് ഇൻസ്ട്രുമെന്റും ഉണ്ട്. അപ്പൊ നമ്മളൊന്ന് ബാക്ക് ചിന്തിച്ചു നോക്കുക, എന്തായിരുന്നു ക്യാപിറ്റൽ മാർക്കറ്റ്, അതുപോലെ തന്നെ എന്തായിരുന്നു മണി മാർക്കറ്റ് എന്ന് പറയുന്നത്? ക്യാപിറ്റൽ മാർക്കറ്റ് എന്ന് പറയുന്നത് എന്തുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? ലോങ് ടേം അല്ലെങ്കിൽ മീഡിയം ടേം അസറ്റുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ആ ക്യാപിറ്റൽ മാർക്കറ്റിൽ എക്സ്ചേഞ്ച് ചെയ്യുന്ന ഇൻസ്ട്രുമെന്റുകളെ എല്ലാം കൂടെ ചേർത്തിട്ട് നമുക്ക് എന്തെന്ന് പറയാം? ക്യാപിറ്റൽ മാർക്കറ്റ് ഇൻസ്ട്രുമെന്റ് എന്ന് പറയാം. അപ്പോൾ അത്തരത്തിലുള്ള ഇൻസ്ട്രുമെന്റിന്റെ മെച്യൂരിറ്റി പീരീഡ് എപ്പോഴും നിങ്ങൾ ആലോചിക്കുക, മോർ ദാൻ 1 ഇയർ ആയിരിക്കും. ഒരിക്കലും അത് താഴേക്ക് വരില്ല. മോർ ദാൻ 1 ഇയറിലുള്ള അല്ലെങ്കിൽ മെച്യൂരിറ്റി പീരീഡുള്ള അസറ്റുകളാണ് നമ്മൾ എവിടെ ട്രേഡ് ചെയ്യുന്നത്? ക്യാപിറ്റൽ മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള അസറ്റുകളെ നമുക്ക് എന്തെന്ന് പറയാം? ക്യാപിറ്റൽ മാർക്കറ്റ് ഇൻസ്ട്രുമെന്റ് എന്ന് പറയാം. ഇനി മണി മാർക്കറ്റ് ഇൻസ്ട്രുമെന്റിനെ പറ്റിയിട്ടാണ് അറിയേണ്ടത്. എന്താണ് മണി മാർക്കറ്റ്? അതിന്റെ പ്രത്യേകത എന്തായിരുന്നു? ഷോർട്ട് ടേമിലേക്ക് അല്ലെങ്കിൽ ഷോർട്ട് ടേം മെച്യൂരിറ്റി പീരീഡുള്ള അസറ്റുകൾ ട്രേഡ് ചെയ്യുന്ന മാർക്കറ്റാണ് ഏത്? മണി മാർക്കറ്റ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ മണി മാർക്കറ്റ് ഇൻസ്ട്രുമെന്റിന്റെ വാലിഡിറ്റി അല്ലെങ്കിൽ മെച്യൂരിറ്റി പീരീഡ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? അത് ലെസ് ദാൻ 1 ഇയർ ആയിരിക്കും അല്ലെ, അല്ലെങ്കിൽ ഷോർട്ട് ടേം ആണ് എന്ന് നമുക്ക് പറയാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഫിനാൻഷ്യൽ അസറ്റ് എന്ന് പറയുന്നത് എന്താണ്? ബേസിക് പ്രോഡക്റ്റ് ഓഫ് ഫിനാൻഷ്യൽ സിസ്റ്റം ആണ്. ഒരു ഫിനാൻഷ്യൽ സിസ്റ്റം എടുക്കുകയാണെങ്കിൽ അവിടെ എക്സ്ചേഞ്ച് ചെയ്യുന്ന ബേസിക് പ്രോഡക്റ്റിനെയാണ് നമ്മൾ ഫിനാൻഷ്യൽ അസറ്റ്സ് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്സ് എന്ന് പറഞ്ഞത്. അതുപോലെ തന്നെ ഇത് എന്തിനൊക്കെയാണ് യൂസ് ചെയ്യുന്നത്? ഫോർ പ്രൊഡക്ഷൻ, കൺസംഷൻ ഓർ ഫർദർ ക്രിയേഷൻ ഓഫ് അസറ്റ് ആണ്. അതുപോലെ തന്നെ ഇവിടെ ഇൻകം ഏത് ഫോമിലാണ് കിട്ടുന്നത്? ഒന്നെങ്കിൽ ബൈ വേ ഓഫ് ഇൻട്രസ്റ്റ് ആകാം, ഡിവിഡൻഡ് ആകാം, റെന്റ് ആകാം. ഓക്കെ, ദെൻ അതിനുശേഷം നമ്മൾ ക്ലാസിഫിക്കേഷൻ ആണ് പറഞ്ഞത്. ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ് അല്ലെങ്കിൽ അസറ്റ് എന്ന് പറയുന്നത് മെയിൻ ആയിട്ട് നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത് ക്യാപിറ്റൽ മാർക്കറ്റ് ഇൻസ്ട്രുമെന്റ് എന്നും അതുപോലെ തന്നെ മണി മാർക്കറ്റ് ഇൻസ്ട്രുമെന്റും ആണ്. അപ്പൊ ക്യാപിറ്റൽ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ലോങ് ടേം ഓർ മീഡിയം ടേം മെച്യൂരിറ്റി പീരീഡ് ആയിരിക്കും അവിടെയുള്ള അസറ്റിന് അല്ലേ. ആ അസറ്റുകളുടെ മെച്യൂരിറ്റി പീരീഡ് എന്ന് പറയുന്നത്. മണി മാർക്കറ്റിലോട്ട് വരുമ്പോൾ അത് എന്തായി മാറും? ഷോർട്ട് ടേം ആയിട്ട് മാറും. ഓക്കെ, ഷോർട്ട് ടേം മെച്യൂരിറ്റി പീരീഡ് ഉള്ള അസറ്റുകളാണ് ഏതെന്ന് പറയുന്നത്? മണി മാർക്കറ്റ് ഇൻസ്ട്രുമെന്റ് എന്ന് പറയുന്നത്. നമുക്ക് കുറച്ചുകൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കുകയാണെങ്കിൽ ആദ്യം നമ്മൾ ക്യാപിറ്റൽ മാർക്കറ്റ് ഇൻസ്ട്രുമെന്റിനെ പറ്റിയിട്ടാണ് പറയുന്നത്. നമ്മൾ പറഞ്ഞു ലോങ് ടേം അല്ലെങ്കിൽ മീഡിയം ടേം ആയിരിക്കും അവിടുത്തെ മെച്യൂരിറ്റി പീരീഡ് എന്ന് പറഞ്ഞു. ഇനി ഇവ നമുക്ക് 4ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്യാൻ പറ്റുന്നത്. മെയിനായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ 4 ക്ലാസിഫിക്കേഷൻ ആണ് വരുന്നത്. ഇൻസ്ട്രുമെന്റ്സ് ഇൻ ക്യാപിറ്റൽ മാർക്കറ്റ് ആണ് കേട്ടോ, മറന്നു വരുത്. ക്യാപിറ്റൽ മാർക്കറ്റിന്റെ ഇൻസ്ട്രുമെന്റുകളാണ് കോർപ്പറേറ്റ് സെക്യൂരിറ്റീസ്, ഗവൺമെന്റ് സെക്യൂരിറ്റീസ്, പ്രൈമറി സെക്യൂരിറ്റീസ്, അതുപോലെ തന്നെ ലാസ്റ്റ് വൺ സെക്കൻഡറി സെക്യൂരിറ്റീസ്. ഓക്കെ, എന്തൊക്കെയാണ്? കോർപ്പറേറ്റ് സെക്യൂരിറ്റീസ്, ഗവൺമെന്റ് സെക്യൂരിറ്റീസ്, അതുപോലെ തന്നെ പ്രൈമറിയും സെക്കൻഡറി സെക്യൂരിറ്റീസും. ഇനി നമുക്ക് നോക്കാം
കോർപ്പറേറ്റ് സെക്യൂരിറ്റീസിനെ നമ്മൾ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ഓണർഷിപ്പ് സെക്യൂരിറ്റീസ് എന്നും അതുപോലെ തന്നെ ക്രെഡിറ്റർഷിപ്പ് സെക്യൂരിറ്റീസ് എന്നും. എന്താണ്? കോർപ്പറേറ്റ് സെക്യൂരിറ്റീസിനെ നമ്മൾ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ഓണർഷിപ്പ് സെക്യൂരിറ്റീസ് അതുപോലെ തന്നെ ക്രെഡിറ്റർഷിപ്പ്. ഓണർഷിപ്പിൽ വീണ്ടും നമ്മൾ രണ്ട് ക്ലാസിഫിക്കേഷൻ നടത്തുകയാണ്. ഏതൊക്കെയാണ്? നമുക്കറിയാവുന്ന ഇക്വിറ്റി ഷെയർസും അതുപോലെ തന്നെ പ്രിഫറൻസ് ഷെയർസും. എന്താണ്? ഓണർഷിപ്പാണ്. ഓണർഷിപ്പിൽ ഷെയർസ് ആണ് വരുന്നത് എന്ന് മനസ്സിലാക്കുക. ഏതൊക്കെ ഷെയർസ് ആണ് നമുക്കുള്ളത്? ഇക്വിറ്റി ഷെയർസും അതുപോലെ തന്നെ പ്രിഫറൻസ് ഷെയർസും. ഇനി നമ്മൾ ക്രെഡിറ്റർഷിപ്പിലേക്ക് പോകുമ്പോൾ അവിടെ നമ്മൾ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ആദ്യം ഏതൊക്കെയാണ്? ഡിബഞ്ചേഴ്സ് എന്നും അതുപോലെ തന്നെ നമ്മൾ ചിലപ്പോൾ ഇതിനകത്തുള്ള ഐറ്റംസ് നമ്മൾ പുതുതായിട്ട് കേൾക്കുന്നതായിരിക്കും. എന്താണ്? ഇന്നവേറ്റീവ് ഡെറ്റ് ഇൻസ്ട്രുമെന്റ്. ഇന്നവേറ്റീവ് ഡെറ്റ് ഇൻസ്ട്രുമെന്റ് കുറച്ച് ഇന്നവേറ്റീവ് ആയിട്ടുള്ളതാണ്. പണ്ടേ ഉള്ളതല്ല, കുറച്ച് ഇന്നവേറ്റീവ് ആയിട്ടുള്ള കുറച്ച് ഇൻസ്ട്രുമെന്റ്സ് ആണ്, ഡെറ്റ് ആണ്. അതുകൊണ്ടാണ് നമ്മൾ ക്രെഡിറ്റർഷിപ്പ് സെക്യൂരിറ്റീസ് എന്ന് പറഞ്ഞത്. അപ്പോൾ അതിന്റെ ക്ലാസിഫിക്കേഷൻ എങ്ങനെയാണ്? ക്രെഡിറ്റർഷിപ്പ് സെക്യൂരിറ്റീസ് ക്ലാസിഫൈ ചെയ്യുന്നത് ഡിബഞ്ചേഴ്സ് എന്നും അതുപോലെ തന്നെ ഇന്നവേറ്റീവ് ഡെറ്റ് ഇൻസ്ട്രുമെന്റ് എന്നും ആണ്. ഈ ഇന്നവേറ്റീവ് ഡെറ്റ് ഇൻസ്ട്രുമെന്റിൽ വരുന്ന കുറച്ച് ഇൻസ്ട്രുമെന്റ്സ് ആണ് ഡീപ്പ് ഡിസ്കൗണ്ട് ബോണ്ട്, സീറോ കൂപ്പൺ ബോണ്ട്, സെക്യൂർഡ് പ്രീമിയം നോട്ട്സ്, അതുപോലെ തന്നെ ഫ്ലോട്ടിംഗ് ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഫ്ലോട്ടിംഗ് ഇൻട്രസ്റ്റ് റേറ്റ് നോട്ട്സ് എന്നാണ് കേട്ടോ. അപ്പൊ ഇതൊക്കെ എവിടെ വരുന്നതാണ്? ഇന്നവേറ്റീവ് ഡെറ്റ് ഇൻസ്ട്രുമെന്റിൽ വരുന്നതാണ്. ചെറിയൊരു ക്ലാസിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ നമ്മുടെ ക്യാപിറ്റൽ മാർക്കറ്റ് ഇൻസ്ട്രുമെന്റിനെ നമുക്ക് 4ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്യാൻ പറ്റുന്നത്. അതിൽ ഓരോത്തിലും വരുന്നത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ദെൻ നമുക്ക് പറയാനുള്ളത് ഗവൺമെന്റ് സെക്യൂരിറ്റീസിനെ പറ്റിയിട്ടാണ്. ഗവൺമെന്റ് ഇഷ്യൂ ചെയ്യുന്ന സെക്യൂരിറ്റി ആണ് എന്ന് അറിഞ്ഞിരിക്കുക. ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ പറയും. അതുപോലെ തന്നെ പ്രൈമറി സെക്യൂരിറ്റീസ്, ദെൻ സെക്കൻഡറി സെക്യൂരിറ്റീസ്. നമുക്കപ്പോൾ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. എന്താണ് കോർപ്പറേറ്റ് സെക്യൂരിറ്റീസ്? അതായത് എവിടെ തൊട്ടാണ് നമ്മൾ പറയുന്നത്? ഇൻസ്ട്രുമെന്റ്സിന്റെ ആദ്യത്തെ ക്ലാസിഫിക്കേഷനായ കോർപ്പറേറ്റ് സെക്യൂരിറ്റീസ് ആണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. കോർപ്പറേറ്റ് സെക്യൂരിറ്റീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആ പേരിൽ തന്നെയുണ്ട്. എന്താണ്? ഏതോ ഒരു കോർപ്പറേറ്റ് ആണ് ആ സെക്യൂരിറ്റീസ് ഇഷ്യൂ ചെയ്യുന്നത്, അല്ലേ? കമ്പനികളാണ് സെക്യൂരിറ്റീസ് ഇഷ്യൂ ചെയ്യുന്നത്. അത് തന്നെയാണ് ഇവിടെ നമുക്ക് പഠിക്കാനുള്ളത്. ദീസ് ആർ ദി സെക്യൂരിറ്റീസ് ഇഷ്യൂഡ് ബൈ കമ്പനീസ്. ആരാണ്? കമ്പനീസ്. എന്തിനു വേണ്ടിയിട്ടാണ്? ഫോർ റേസിംഗ് ക്യാപിറ്റൽ. എന്താണ്? അവർക്ക് ആവശ്യമായിട്ടുള്ള മൂലധനം കണ്ടെത്താൻ വേണ്ടിയിട്ട് കമ്പനികൾ ഇഷ്യൂ ചെയ്യുന്ന കുറച്ച് ഇൻസ്ട്രുമെന്റ് അല്ലെങ്കിൽ സെക്യൂരിറ്റീസിനെയാണ് നമ്മൾ എന്തെന്ന് പറഞ്ഞത്? കോർപ്പറേറ്റ് സെക്യൂരിറ്റീസ് എന്ന് പറഞ്ഞത്. ഇത് രണ്ട് തരത്തിലാണുള്ളത്. ഓണർഷിപ്പ് സെക്യൂരിറ്റീസും അതുപോലെ തന്നെ ക്രെഡിറ്റർഷിപ്പ് സെക്യൂരിറ്റീസും. അപ്പോൾ കോർപ്പറേറ്റ് സെക്യൂരിറ്റീസിനെ ബ്രോഡ്ലി നമ്മൾ ക്ലാസിഫൈ ചെയ്യുകയാണെങ്കിൽ എങ്ങനെ ക്ലാസിഫൈ ചെയ്യാം? ഓണർഷിപ്പ് സെക്യൂരിറ്റീസ് എന്നും അതുപോലെ തന്നെ ക്രെഡിറ്റർഷിപ്പ് സെക്യൂരിറ്റീസ് എന്നും ക്ലാസിഫൈ ചെയ്യാം. ഇനി നമുക്ക് എന്താണ് ഓണർഷിപ്പ് എന്ന് നോക്കാം, അല്ലെങ്കിൽ ഓണർഷിപ്പ് സെക്യൂരിറ്റീസ് എന്ന് നോക്കാം. ഓണർഷിപ്പ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ ആലോചിക്കുക, എന്താണ്? ആ ഒരു കമ്പനിയുടെ ഓണർഷിപ്പാണ് നമുക്ക് കിട്ടുന്നത്. ആ ഒരു സെക്യൂരിറ്റി വാങ്ങിക്കുന്നതിലൂടെ ഒരാൾക്ക് അതിന്റെ ഓണർ ആവാൻ പറ്റുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഓണർഷിപ്പ് സെക്യൂരിറ്റീസ് ആർ ക്ലാസിഫൈഡ് ഇൻ ടു as per section 43 ഓഫ് കമ്പനീസ് ആക്ട് 2013. എന്താണ്? കമ്പനീസ് ആക്ട് 2013 സെക്ഷൻ 43 പ്രകാരം ഇതുപോലെയുള്ള ഓണർഷിപ്പ് സെക്യൂരിറ്റീസിനെ രണ്ടായിട്ടാണ് ക്ലാസിഫൈ ചെയ്യുന്നത്. എത്രയാണ്? രണ്ടായിട്ടാണ് ക്ലാസിഫൈ ചെയ്യുന്നത്. സെക്ഷൻ 1 അണ്ടർലൈൻ ചെയ്ത് പഠിച്ചോളാം. സെക്ഷൻ 43 ആണ് കമ്പനീസ് ആക്ട് 2013. ഇനി എന്തൊക്കെയാണ് അതെന്ന് നോക്കാം. ഇക്വിറ്റി ഷെയർസ് എന്നും പ്രിഫറൻസ് ഷെയർസ് എന്നും രണ്ട് ക്ലാസിഫിക്കേഷൻ ആണ് നമ്മുടെ കമ്പനീസ് ആക്ടിൽ 2013 കമ്പനീസ് ആക്ടിൽ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഓണർഷിപ്പ് സെക്യൂരിറ്റീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇത്തരത്തിലുള്ള സെക്യൂരിറ്റീസ് വാങ്ങിക്കുകയാണെങ്കിൽ നമുക്ക് അല്ലെങ്കിൽ വാങ്ങിക്കുന്ന ആ ഒരു ഹോൾഡർക്ക് എന്തുണ്ടാവും? ആ ഒരു കമ്പനിയിൽ ഒരു ഓണേഴ്സിന്റെ അല്ലെങ്കിൽ ഒരു ഓണർഷിപ്പ് ആണ് കിട്ടുന്നത്. ഓക്കെ, ദെൻ നമുക്ക് നോക്കാം എന്താണ് ഇക്വിറ്റി ഷെയർസ് എന്ന്. ഇക്വിറ്റി ഷെയർസ് ആർ ദി ഷെയർസ് വിച്ച് ഡു നോട്ട് ഹാവ് എനി പ്രിഫറൻഷ്യൽ റൈറ്റ്. എന്താണ്? പ്രിഫറൻഷ്യൽ റൈറ്റ് ഒന്നും ഇല്ലാത്ത കുറച്ച് സെക്യൂരിറ്റീസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഇക്വിറ്റി ഷെയർസ് എന്ന് പറഞ്ഞത്. എന്താണ്? പ്രിഫറൻഷ്യൽ റൈറ്റുകൾ ഇല്ലാത്ത ഷെയർസ് ആണ് ഇക്വിറ്റി ഷെയർസ് എന്ന് പറയുന്നത്. ദ റേറ്റ് ഓഫ് ഡിവിഡൻഡ് ഓഫ് ദീസ് ഷെയർസ് ആർ നോട്ട് ഫിക്സ്ഡ്. എന്താണ്? ഇതിന്റെ റേറ്റ് ഓഫ് ഡിവിഡൻഡ്, അതായത് ലാഭവിഹിതം കിട്ടുക എന്ന് പറയുന്നത് എല്ലാ തവണയും ഇങ്ങനെ ഫിക്സ് ചെയ്ത് വെച്ചേക്കൊന്നും അല്ല. എന്താണ്? നമ്മുടെ പ്രോഫിറ്റിനനുസരിച്ചിട്ട് മാറുകയും ചിലപ്പോൾ കൂടും ചിലപ്പോൾ കുറയും, അല്ലാണ്ട് ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുകയല്ല. ഇക്വിറ്റി ഷെയർസിന്റെ രണ്ട് പ്രത്യേകതകളാണ് നമ്മൾ പറഞ്ഞത്. ആദ്യം നമ്മൾ പറഞ്ഞു പ്രിഫറൻഷ്യൽ റൈറ്റുകൾ ഒന്നും ഇല്ലാത്ത ഷെയർസ് ആണ് ഇക്വിറ്റി ഷെയർസ്. രണ്ടാമതായിട്ട് നമ്മൾ എന്താണ് പറഞ്ഞത്? ഡിവിഡൻഡ് റേറ്റ് ഫിക്സഡ് അല്ല. അതായത് ഫിക്സഡ് ഡിവിഡൻഡ് റേറ്റ് നമുക്ക് എവിടെ കിട്ടില്ല? ഇക്വിറ്റി ഷെയർസിന് കിട്ടില്ല. അതുപോലെ തന്നെ ഇവിടെ ഏറ്റവും വലിയൊരു പ്രത്യേകതയാണ് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ആണ് നമ്മുടെ ബിസിനസിന്റെ അല്ലെങ്കിൽ നമ്മുടെ കമ്പനിയുടെ റിയൽ ഓണേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, എന്താണ്? ഇക്വിറ്റി ഷെയർ ഹോൾഡർ ആണ് കമ്പനിയുടെ റിയൽ ഓണർ എന്ന് പറയുന്നത്. അവർക്ക് എന്തുണ്ട്? ഹു ഹാവ് വോട്ടിംഗ് റൈറ്റ് ഓൺ ദി ബേസിസ് ഓഫ് നമ്പർ ഓഫ് ഷെയർസ് ഹെൽഡ് ബൈ ദം. അതായത്
അവരുടെ കയ്യിൽ എത്ര ഷെയർ ഉണ്ടോ അതിനനുസരിച്ചിട്ടുള്ള വോട്ടിംഗ് റൈറ്റ് ഉള്ള നമ്മുടെ കമ്പനിയുടെ റിയൽ ഓണേഴ്സ് ആണ് ആരെന്ന് പറയുന്നത്, ഒരു ഇക്വിറ്റി ഷെയർ ഹോൾഡർ എന്ന് പറയുന്നത്. പക്ഷെ അവർക്ക് പ്രിഫറൻഷ്യൽ റൈറ്റ് ഇല്ല, അതുപോലെ തന്നെ അവരുടെ ഡിവിഡൻഡിന്റെ റേറ്റ് എന്ന് പറയുന്നത് ഫിക്സഡ് അല്ല. എങ്കിലും അവർ ആരാണ്, നമ്മുടെ ബിസിനസിന്റെ അല്ലെങ്കിൽ കമ്പനിയുടെ റിയൽ ഓണേഴ്സ് ആണ്. അതുപോലെ തന്നെ അവർക്ക് എന്ത് റൈറ്റ് ഉണ്ട്, വോട്ടിംഗ് റൈറ്റ് ഉണ്ട്. എങ്ങനെയാണ് വോട്ടിംഗ് റൈറ്റ്, ഒരാൾക്ക് ഒരു വോട്ടാണോ? അല്ല, അവരുടെ കയ്യിൽ എത്ര ഷെയർസ് ആണോ ഉള്ളത് അതിന് പ്രപ്പോർഷൻ ആയിട്ടുള്ള നമ്പർ ഓഫ് വോട്ടാണ് അവർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നത്. ദേ വിൽ ഗെറ്റ് ഡിവിഡൻഡ് ഓൺലി ആഫ്റ്റർ പേയിങ് ദ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ്. എന്താണ്, ഇവർക്ക് ഡിവിഡൻഡ് കിട്ടും എപ്പോഴാണ്, പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് ഡിവിഡൻഡ് കൊടുത്തതിന് ശേഷമുള്ള ഫിഗർ ആണ് ആർക്ക് കിട്ടുന്നത്, നമ്മുടെ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് കിട്ടുന്നത്. ഓക്കെ, ബാക്കിയുള്ള എല്ലാവർക്കും കൊടുത്തതിന് ശേഷം മാത്രമേ ആർക്ക് കിട്ടത്തുള്ളൂ, ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് കിട്ടത്തുള്ളൂ. കാരണം എന്താണ്, അവരവിടുത്തെ റിയൽ ഓണേഴ്സ് ആണ്. അവർക്ക് ഇത്ര പെർസെൻറ്റേജ് ഒന്നും വെക്കുന്നില്ല. അവർക്ക് നമ്മുടെ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിനൊക്കെ കൊടുത്തതിന് ശേഷം എത്രയുണ്ടോ അതിനെയാണ് വീതിച്ചെടുക്കുന്നത് അല്ലേ, അല്ലാണ്ട് ഇത്ര പെർസെൻറ്റേജ് എന്ന് പറഞ്ഞല്ല മാറ്റി വെക്കുന്നത്. പ്രോഫിറ്റ് കൂടുകയാണെങ്കിൽ ഇവരുടെ ഡിവിഡൻഡും കൂടും, അതുപോലെ തന്നെ കുറയുകയാണെങ്കിൽ ഇവരുടെ ഡിവിഡൻഡും കുറയും. ഓക്കെ, അപ്പോൾ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന്റെ പ്രത്യേകത എന്താണ്, അവരാണ് ബിസിനസിന്റെ റിയൽ ഓണേഴ്സ് എന്ന് പറയുന്നത്. വോട്ടിംഗ് റൈറ്റ് ഉള്ളവരാണ് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ്. അതുപോലെ തന്നെ അവർക്ക് എന്തൊക്കെയില്ല, പ്രിഫറൻഷ്യൽ റൈറ്റുകൾ ഇല്ല. എന്ന് പറഞ്ഞാൽ എന്താണ്, അവർക്ക് ഡിവിഡൻഡ് കിട്ടുന്നത് ആർക്ക് കൊടുത്തതിന് ശേഷമായിരിക്കും, പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് കൊടുത്തതിന് ശേഷമായിരിക്കും. അതുപോലെ തന്നെ ഒരു ഫിക്സഡ് റേറ്റ് ഓഫ് ഡിവിഡൻഡ് അവിടെ ആർക്കില്ല, നമ്മുടെ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിനില്ല. അപ്പൊ അത്രയാണ് നമുക്ക് ഇക്വിറ്റി ഷെയർസിനെ പറ്റിയിട്ട് പറയാനുള്ളത്. ദെൻ നമ്മുടെ രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ ആയിരുന്നു പ്രിഫറൻസ് ഷെയർസ്. എന്താണ് പ്രിഫറൻസ് ഷെയർസ് എന്ന് നോക്കാം. പ്രിഫറൻസ് ഷെയർസ് ആർ ദി ഷെയർസ് വിച്ച് ഹാവ് സം പ്രിഫറൻഷ്യൽ റൈറ്റ്. നമ്മൾ ഇക്വിറ്റി ഷെയർസിന് ഇല്ല എന്ന് പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ, പ്രിഫറൻഷ്യൽ റൈറ്റുകളൊന്നും ഇല്ല എന്ന് പറഞ്ഞു. പക്ഷെ അത് ആർക്കുണ്ട്, പ്രിഫറൻസ് ഷെയർസിന് അല്ലെങ്കിൽ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് എന്തുണ്ട്, കുറച്ച് പ്രിഫറൻഷ്യൽ റൈറ്റ് ഉണ്ട്. എന്തിനൊക്കെ റിലേറ്റ് ചെയ്തിട്ടാണ്, ടു ദി പേയ്മെന്റ് ഓഫ് ഡിവിഡൻഡ് ആൻഡ് റീപേയ്മെന്റ് ഓഫ് ക്യാപിറ്റൽ. എന്താണ്, ഡിവിഡൻഡ് പേ ചെയ്യുന്ന സമയത്തും അതുപോലെ തന്നെ ക്യാപിറ്റൽ റീപേ ചെയ്യുന്ന സമയത്തും കുറച്ച് പ്രിഫറൻഷ്യൽ റൈറ്റ് ഉള്ള ഷെയർസ് ആണ് ഏതെന്ന് പറയുന്നത്, പ്രിഫറൻസ് ഷെയർസ് എന്ന് പറയുന്നത്. അപ്പൊ എന്താണ്, ഒന്നുകൂടെ പറയുകയാണെങ്കിൽ നമ്മൾ ഒരു പ്രിഫറൻസ് ഷെയർ ഹോൾഡർ ആണെങ്കിൽ നമ്മുടെ റേറ്റ് ഓഫ് ഡിവിഡൻഡ് എന്ന് പറയുന്നത് ഫിക്സഡ് ആയിരിക്കും. അതായത് ഡിവിഡൻഡ് നമുക്ക് ആദ്യം കിട്ടും. നമ്മുടെ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കുന്നതിനേക്കാൾ മുന്നേ തന്നെ നമുക്ക് എന്ത് കിട്ടും, ഡിവിഡൻഡ് കിട്ടും. കാരണം പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് കൊടുത്തതിന് ശേഷം ബാക്കിയുള്ളതാണ് ആരെടുക്കുന്നത്, ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിനേക്കാൾ മുന്നേ ആർക്ക് ഡിവിഡൻഡ് കിട്ടും, നമ്മുടെ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് കിട്ടും. ദെൻ അതിനുശേഷം ഈ ബിസിനസ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു. കുറേ നാളാകുമ്പോഴത്തേന് ഇത് വേണ്ടെന്ന് വെക്കുകയോ അല്ലെങ്കിൽ എന്തൊരു കാര്യത്തിലായാലും റീപേയ്മെന്റ് നടത്താമെന്ന് വിചാരിക്കുമല്ലോ. അങ്ങനെ റീപേയ്മെന്റ് നടത്തുന്ന സമയത്ത്, അതായത് നമ്മൾ കമ്പനി സ്വരൂപിച്ച ഫണ്ട് തിരിച്ച് ആ ഷെയർ ഹോൾഡേഴ്സിന് എന്താണ് തിരിച്ചു കൊടുക്കുന്നു. ആ ഒരു ടൈമിൽ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിനേക്കാൾ മുന്നേ തന്നെ റീപേയ്മെന്റ് ആർക്ക് കിട്ടും, നമ്മുടെ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് കിട്ടും. അപ്പൊ ആ രണ്ട് റൈറ്റുകളാണ് ആർക്കുള്ളത്, പ്രിഫറൻസ് ഷെയർസിന് ഉള്ളത്. ഓക്കെ, ഡിവിഡൻഡ് ഈസ് പേയബിൾ ടു സച്ച് ഷെയർ ഹോൾഡേഴ്സ് അറ്റ് എ ഫിക്സഡ് റേറ്റ്. നമ്മൾ ഇക്വിറ്റി ഷെയർസിൽ പറഞ്ഞതാണ് അവിടെ ഒരു ഫിക്സഡ് റേറ്റ് ഓഫ് ഡിവിഡൻഡ് ഉണ്ടായിരിക്കും. ഓക്കെ, എന്താണ്, പ്രിഫറൻസ് ഷെയർസിന് ഒരു ഫിക്സഡ് റേറ്റ് ഓഫ് ഡിവിഡൻഡ് ഉണ്ടായിരിക്കും. ഹൗഎവർ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് ഡു നോട്ട് ഹാവ് എനി വോട്ടിംഗ് റൈറ്റ്. പക്ഷെ ഇവർക്ക് എന്തില്ല, ഡു നോട്ട് ആണ് കേട്ടോ. എന്താണ്, ഇക്വിറ്റി ഷെയർസിനെ പോലെ വോട്ട് ചെയ്യാനുള്ള റൈറ്റ് ഇല്ല. വോട്ടിംഗ് പവർ അല്ലെങ്കിൽ വോട്ട് ചെയ്യാനുള്ള റൈറ്റ് ഇല്ലാത്തവരാണ് ആരെന്ന് പറഞ്ഞത്, പ്രിഫറൻസ് ഷെയർസ് അല്ലെങ്കിൽ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് എന്ന് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ അവരെ നമുക്കൊരു ബിസിനസിന്റെ റിയൽ ഓണേഴ്സ് ആണ് എന്ന് പറയാൻ പറ്റില്ല. റിയൽ ഓണേഴ്സ് ആരാണ്, നമ്മുടെ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ആണ്. പക്ഷെ അവർക്ക് പ്രിഫറൻഷ്യൽ റൈറ്റ് ഒന്നുമില്ല. എന്തുണ്ട്, വോട്ടിംഗ് റൈറ്റ് ഉണ്ട് അല്ലേ. വോട്ടിംഗ് റൈറ്റും അവർ റിയൽ ഓണേഴ്സും ആണ്. നേരെ തിരിച്ച് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിലേക്ക് വരുമ്പോൾ എന്താണ്, ഇവർക്ക് വോട്ടിംഗ് റൈറ്റ് ഒന്നുമില്ല. പക്ഷേ രണ്ട് കാര്യങ്ങളിൽ അവർക്ക് എന്തുണ്ട്, ഒരു പ്രിഫറൻഷ്യൽ റൈറ്റ് ഉണ്ട്. എന്തൊക്കെ കാര്യങ്ങളായിരുന്നു, പേയ്മെന്റ് ഓഫ് ഡിവിഡൻഡും അതുപോലെ തന്നെ റീപേയ്മെന്റ് ഓഫ് ക്യാപിറ്റലും. വൈൻഡിങ് അപ്പ് ചെയ്യുന്ന സമയത്ത്, കമ്പനി വൈൻഡ് അപ്പ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ക്യാപിറ്റൽ തിരിച്ചു കൊടുക്കുമ്പോൾ ആദ്യം കൊടുക്കേണ്ടത് ആരുടെയാണ്, ഈ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന്റെ ആണ്. അതുപോലെ തന്നെ ഡിവിഡൻഡും ആദ്യം പേ ചെയ്യേണ്ടത് ആർക്കാണ്, പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിനാണ്. ആരെ വെച്ച് നോക്കുമ്പോൾ, ഇക്വിറ്റി ഷെയർസിനെ വെച്ച് നോക്കുമ്പോൾ. പക്ഷെ ഇവർക്ക് വോട്ടിംഗ് റൈറ്റ് ഇല്ല. ഇത് രണ്ടുമാണ് നമ്മുടെ ഏതെന്ന് പറഞ്ഞത്, ഓണർഷിപ്പ് സെക്യൂരിറ്റീസ് എന്ന് പറഞ്ഞത്. ഇനി നമ്മൾ ക്രെഡിറ്റർഷിപ്പ് സെക്യൂരിറ്റി, നമ്മുടെ രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ, മെയിൻ ക്ലാസിഫിക്കേഷൻ ആണ് കേട്ടോ. ഓണർഷിപ്പും ക്രെഡിറ്റർഷിപ്പും ആണ് പറഞ്ഞത്. ഓണർഷിപ്പിൽ നമ്മൾ എന്തൊക്കെ പറഞ്ഞു, ഇക്വിറ്റി ഷെയർസും പ്രിഫറൻസ് ഷെയർസും പറഞ്ഞു. അതിനുശേഷം നമുക്ക് ക്രെഡിറ്റർഷിപ്പ് സെക്യൂരിറ്റിയിലേക്ക് പോവുകയാണെങ്കിൽ അവിടെ എന്താണ്,
ക്രെഡിറ്റർഷിപ്പ് ആണ് അല്ലെ, എന്താണ് ഒരു ഇൻട്രസ്റ്റിനെ ബേസ് ചെയ്തുകൊണ്ടാണ് എന്ത് നൽകുന്നത്, നമ്മൾ ഫണ്ട് കൊടുക്കുന്നത്. കോർപ്പറേറ്റ് സെക്യൂരിറ്റീസിന് അല്ലെങ്കിൽ കോർപ്പറേറ്റ് സെക്യൂരിറ്റീസ് വാങ്ങിക്കൊണ്ട് ഫണ്ട് കൊടുക്കുന്നത് നമുക്ക് എന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ്, ഒരു ഇൻട്രസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അല്ലാണ്ട് നമ്മൾ ഓണർ ആവുകയൊന്നും അല്ല അവിടെ ചെയ്യുന്നത്. നോക്കാം, ക്രെഡിറ്റർഷിപ്പ് സെക്യൂരിറ്റീസ് ആർ ഇഷ്യൂഡ് ബൈ ദി കോർപ്പറേറ്റ് സെക്ടർ ടു ഫൈൻഡ് ഔട്ട് ദെയർ ലോങ് ടേം ഫണ്ട്. എന്താണ് നമ്മൾ പറഞ്ഞു, നേരത്തെ നമ്മൾ പറഞ്ഞതാണ്, കോർപ്പറേറ്റ് സെക്ടേഴ്സിന്റെ കാര്യമാണ് നമ്മളിവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വീണ്ടും നമ്മൾ പറയാണ്, ക്രെഡിറ്റർഷിപ്പ് സെക്യൂരിറ്റീസും ഇഷ്യൂ ചെയ്യുന്നത് ആര് തന്നെയാണ്, കോർപ്പറേറ്റ് സെക്ടേഴ്സ് അല്ലെങ്കിൽ കമ്പനീസ് ആണ്. എന്തിനു വേണ്ടിയിട്ടാണ്, ടു ഫൈൻഡ് ഔട്ട് ദെയർ ലോങ് ടേം ഫണ്ട്. എന്താണ്, ലോങ് ടേം ഫണ്ട് കണ്ടെത്താൻ വേണ്ടിയിട്ട് നമ്മുടെ കോർപ്പറേറ്റ് സെക്ടേഴ്സ് ഇഷ്യൂ ചെയ്യുന്ന കുറച്ച് സെക്യൂരിറ്റീസിനെയാണ് നമ്മൾ ക്രെഡിറ്റർഷിപ്പ് സെക്യൂരിറ്റീസ് എന്ന് പറഞ്ഞത്. ക്രെഡിറ്റർഷിപ്പ് സെക്യൂരിറ്റീസ് നമുക്ക് രണ്ട് തരത്തിലുണ്ട് എന്ന് പറഞ്ഞു. ഏതൊക്കെയാണ്, ഡിബഞ്ചേഴ്സും ഇന്നവേറ്റീവ് ഡെറ്റ് ഇൻസ്ട്രുമെന്റും. ഓക്കെ, ഏതൊക്കെയാണ്, ഡിബഞ്ചേഴ്സ് അതുപോലെ തന്നെ ഇന്നവേറ്റീവ് ഡെറ്റ് ഇൻസ്ട്രുമെന്റ്. ഇതിന്റെ ക്ലാസിഫിക്കേഷനിൽ കുറെ ഐറ്റംസ് വരും, നമ്മൾ 1 by 1 ആയിട്ട് ഡിസ്കസ് ചെയ്യും. ഓക്കെ, അപ്പൊ എന്താണ് ഡിബഞ്ചേഴ്സ് എന്ന് നമുക്ക് നോക്കാം. മലയാളത്തിൽ പറയുകയാണെങ്കിൽ ഡിബഞ്ചേഴ്സ് എന്ന് പറഞ്ഞാൽ കടപ്പത്രമാണ് കേട്ടോ, കടപ്പത്രം. അതായത് നമ്മുടെ കോർപ്പറേറ്റ് സെക്ടേഴ്സ് അവർക്ക് ആവശ്യമായിട്ടുള്ള ലോങ് ടേം ഫണ്ട് കണ്ടെത്താൻ വേണ്ടിയിട്ട് എന്താണ് ഇഷ്യൂ ചെയ്യുന്ന ഒരു സെക്യൂരിറ്റിയാണ് ഏത് എന്ന് പറയുന്നത്, ഡിബഞ്ചേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഡിബഞ്ചേഴ്സിന് പകരം അല്ലെങ്കിൽ ഡിബഞ്ചേഴ്സിന് റിട്ടേൺ ആയിട്ട് അത് കൊടുത്ത വ്യക്തിക്ക് അല്ലെങ്കിൽ ഫണ്ട് കൊടുത്ത ആൾക്ക്, ഡിബഞ്ചർ ഹോൾഡർക്ക് എന്താണ് കിട്ടുന്നത്, ഇൻട്രസ്റ്റ് ആണ് പ്രതിഫലമായിട്ട് കിട്ടുന്നത്. ഓക്കെ, എന്താണ് ഡിബഞ്ചേഴ്സ് എന്ന് നമുക്ക് നോക്കാം. എ ഡിബഞ്ചർ ഈസ് എ ഡെറ്റ് ഇൻസ്ട്രുമെന്റ് ഇഷ്യൂഡ് ബൈ എ കമ്പനി അണ്ടർ ദി സീൽ ഓഫ് ദി കമ്പനി. എന്താണ്, ഡിബഞ്ചർ എന്ന് പറഞ്ഞാൽ ഒരു ഡെറ്റ് ഇൻസ്ട്രുമെന്റ് ആണ്, കടപ്പത്രമാണ്. അതുപോലെ തന്നെ ഇഷ്യൂ ചെയ്യുന്നത് ഒരു കമ്പനി ആയിരിക്കും. അവിടെ എന്തുണ്ടായിരിക്കും, കമ്പനിയുടെ ഒരു സീൽ ഉണ്ടായിരിക്കും. ഓക്കെ, ഡിബഞ്ചർ എന്ന് പറയുന്നത് ഒരു ഡെറ്റ് ഇൻസ്ട്രുമെന്റ് ആണ്. അതുപോലെ തന്നെ അത് ഇഷ്യൂ ചെയ്യുന്നത് ഒരു കമ്പനി അല്ലെങ്കിൽ കോർപ്പറേറ്റ് സെക്ടർ ആണ്. അതുപോലെ തന്നെ ആ ഡിബഞ്ചറിനകത്ത് എന്തുണ്ട്, കമ്പനിയുടെ സീൽ ഉണ്ടായിരിക്കും. ഇറ്റ് ഈസ് യൂഷ്വലി സെക്യൂർഡ് വിത്ത് ഫിക്സഡ് ഓർ ഫ്ലോട്ടിംഗ് ചാർജ് ഓൺ ദി കമ്പനീസ് പ്രോപ്പർട്ടി. എന്താണ് പറഞ്ഞത്, മിക്കപ്പോഴും ഇത്തരത്തിലുള്ള ഡിബഞ്ചേഴ്സ് ഇഷ്യൂ ചെയ്യുമ്പോൾ നമ്മുടെ ഡിബഞ്ചർ ഹോൾഡർക്ക് ഒരു പ്രതീക്ഷ നമ്മൾ അല്ലെങ്കിൽ ഒരു വാഗ്ദാനം നമ്മൾ കൊടുക്കുകയാണ്. എന്താണ്, നമ്മുടെ ബിസിനസിന്റെ അല്ലെങ്കിൽ കമ്പനിയുടെ പ്രോപ്പർട്ടീസിൽ ഒന്നെങ്കിൽ ഒരു ഫിക്സഡോ അല്ലെങ്കിൽ ഒരു ഫ്ലോട്ടിംഗ് ചാർജോ ഉണ്ടായിരിക്കും. അതായത് ഈ പൈസ നമ്മുടെ ഡിബഞ്ചർ ഹോൾഡർ ഇൻവെസ്റ്റ് ചെയ്യുന്ന പൈസ ഉറപ്പായിട്ടും തിരിച്ചു കിട്ടും. ആ ഒരു സെക്യൂരിറ്റി ആര് കൊടുക്കും, നമ്മുടെ കമ്പനി കൊടുക്കാറുണ്ട്. എ ഡിബഞ്ചർ ഹോൾഡർ ഈസ് എ ക്രെഡിറ്റർ ഓഫ് ദി കമ്പനി. എന്താണ്, ഡിബഞ്ചർ ഹോൾഡർ എന്ന് പറയുന്നത് നമ്മുടെ കമ്പനിയെ വെച്ച് നോക്കുമ്പോൾ കമ്പനിയുടെ ഒരു ക്രെഡിറ്റർ ആണ്. കാരണം എന്താണ്, കമ്പനിക്ക് പൈസ തന്ന് സഹായിച്ച ഒരു ആളാണ് ആര്, ഡിബഞ്ചർ ഹോൾഡർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അതിന്റെ ഇൻട്രസ്റ്റ് ഈസ് പേയബിൾ ടു ദം അറ്റ് എ ഫിക്സഡ് റേറ്റ്. നമുക്ക് എന്താണ് കൊടുക്കുന്നത്, ഇൻട്രസ്റ്റ് ആണ് കൊടുക്കുന്നത്. മറന്നു പോകരുത്, നമ്മൾ നമ്മുടെ ഇക്വിറ്റി ഷെയർസിനും പ്രിഫറൻസ് ഷെയർസിനും കൊടുക്കുന്നത് എന്തായിരുന്നു, ഡിവിഡൻഡ് ആയിരുന്നു അല്ലെ, ലാഭവിഹിതമാണ് കൊടുക്കുന്നത്. ഓക്കെ, അത് നമ്മുടെ ഓണർഷിപ്പ് സെക്യൂരിറ്റീസിന് നമ്മൾ കൊടുക്കുന്നത് ഡിവിഡൻഡ് ആണ്. പക്ഷേ ക്രെഡിറ്റർഷിപ്പ് സെക്യൂരിറ്റിയിലേക്ക് വരുമ്പോൾ അവിടെ നമ്മൾ കൊടുക്കുന്നത് എന്താണ്, ഇൻട്രസ്റ്റ് ആണ്. എന്താണ്, പലിശയാണ് അവിടെ നമ്മൾ കൊടുക്കുന്നത്. ആ ഒരു വ്യത്യാസം നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക. ഓണർഷിപ്പിൽ ഡിവിഡൻഡും അതുപോലെ തന്നെ ക്രെഡിറ്റർഷിപ്പിൽ നമ്മൾ കൊടുക്കുന്നത് ഇൻട്രസ്റ്റും ആണ്. ഇനി ഡിബഞ്ചർ ഹോൾഡേഴ്സിന്റെ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് എങ്ങനെയാണ്, അതൊരു ഫിക്സഡ് റേറ്റ് ആയിരിക്കും, മാറിക്കൊണ്ടിരിക്കില്ല. നമ്മൾ ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് അതിൽ തന്നെ പറയും എത്രയാണ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന്. അപ്പൊ അവരുടെ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് എപ്പോഴും ഫിക്സഡ് ആയിരിക്കും, ഇടയ്ക്കിടയ്ക്ക് അത് മാറില്ല. നമ്മൾ ഇഷ്യൂ ചെയ്യുന്ന സമയത്തുള്ള അതേ ഇൻട്രസ്റ്റ് ആയിരിക്കും വരുന്നത്. അപ്പൊ മറന്നു പോകാതിരിക്കുക, ഡിബഞ്ചേഴ്സ് എന്ന് പറഞ്ഞാൽ കടപ്പത്രമാണ് അല്ലെങ്കിൽ അതൊരു ഡെറ്റ് ഇൻസ്ട്രുമെന്റ് ആണ്. നമ്മുടെ കോർപ്പറേറ്റ് കമ്പനീസ് ഇഷ്യൂ ചെയ്യുന്ന, അതുപോലെ തന്നെ അവരുടെ സീലോട് കൂടിയാണ് ആ ഒരു ഡിബഞ്ചർ അല്ലെങ്കിൽ ആ ഒരു കടപ്പത്രം ഇഷ്യൂ ചെയ്യുന്നത്. അതുപോലെ തന്നെ അതിന് എന്താണ്, നമ്മുടെ കമ്പനീസിന്റെ പ്രോപ്പർട്ടീസിൽ മേലൊരു ഫിക്സഡോ അല്ലെങ്കിൽ ഫ്ലോട്ടിംഗ് ചാർജോ ഉണ്ടായിരിക്കും. അങ്ങനെ സെക്യൂർഡ് ആയിരിക്കും കേട്ടോ. ആ ഒരു സെക്യൂരിറ്റി നമ്മൾ ആർക്ക് കൊടുക്കും, നമ്മുടെ ഡിബഞ്ചർ ഹോൾഡർക്ക് കൊടുക്കും. ഡിബഞ്ചർ ഹോൾഡർ എന്ന് പറയുന്നത് നമ്മുടെ കമ്പനിയുടെ ക്രെഡിറ്റർ ആണ്. അതുപോലെ തന്നെ അദ്ദേഹത്തിന് കിട്ടുന്നത് ഇൻട്രസ്റ്റ് ആണ്. എങ്ങനെയാണ്, ഫിക്സഡ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ് ആർക്ക് കിട്ടുന്നത്, നമ്മുടെ ഡിബഞ്ചർ ഹോൾഡറിന് കിട്ടുന്നത്. ഓക്കെ, ദെൻ ഇനി അതിനുശേഷം നമ്മൾ ഇന്നവേറ്റീവ് ഡെറ്റ് ഇൻസ്ട്രുമെന്റിനെ പറ്റിയിട്ടാണ് പറഞ്ഞത്. പേരിൽ തന്നെയുണ്ട്, കുറച്ച് ഇന്നവേറ്റീവ് ആണ് അല്ലേ, പുതുതായിട്ട് അല്ലെങ്കിൽ പുതിയ ക്രിയേഷൻ ആണ് അല്ലേ, സംതിങ് ന്യൂ ആണ് ഇന്നവേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇതിനകത്ത് നമ്മൾ എന്തൊക്കെയാണ് പഠിക്കാനുള്ളത്, ഇറ്റ് ഇൻക്ലൂഡ് ഡീപ്പ് ഡിസ്കൗണ്ട് ബോണ്ട്, സീറോ കൂപ്പൺ ബോണ്ട്സ്, സെക്യൂർഡ് പ്രീമിയം നോട്ട്സ്, അതുപോലെ തന്നെ ഫ്ലോട്ടിംഗ് ഇൻട്രസ്റ്റ് റേറ്റ് ബോണ്ട്. 4 ഐറ്റംസ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. ഡീപ്പ് ഡിസ്കൗണ്ട് ബോണ്ട്, DDP എന്ന് നമ്മൾ പറയും. അതുപോലെ തന്നെ സീറോ കൂപ്പൺ ബോണ്ട്സ്, ZCB എന്ന് പറയാറുണ്ട്. സെക്യൂർഡ് പ്രീമിയം നോട്ട്സ്, SPN എന്ന് പറയാറുണ്ട്. അതുപോലെ തന്നെ ഫ്ലോട്ടിംഗ് ഇൻട്രസ്റ്റ് റേറ്റ് ബോണ്ട്. ഓരോ നമുക്ക് നോക്കാം. എന്താണ് ഡീപ്പ് ഡിസ്കൗണ്ട് ബോണ്ട് നോക്കാം.
These are issued for fairly long period of time with maturities of 10 to 13 years. എന്താണ് ഡീപ്പ് ഡിസ്കൗണ്ട് ബോണ്ട് എന്ന് പറയുന്നത്? അതൊരു ബോണ്ട് തന്നെയാണ്, അതായത് ക്രെഡിറ്റർഷിപ്പ് സെക്യൂരിറ്റി തന്നെയാണ്. ഇത് ഇഷ്യൂ ചെയ്യുന്നത് കുറച്ച് ലോങ് പീരീഡ് ആണ്. നമുക്കറിയാം ക്യാപിറ്റൽ മാർക്കറ്റ് ഇൻസ്ട്രുമെന്റ് എല്ലാം എത്രയിനേക്കാൾ കൂടുതലാണ്? ലോങ് അല്ലെങ്കിൽ മീഡിയം ടേമിലാണ് എന്ന് നമ്മൾ പഠിച്ചു. 1 ഇയറിനേക്കാൾ കൂടുതൽ എന്താണ് മെച്യൂരിറ്റി പീരീഡ് ഉള്ള ഇൻസ്ട്രുമെന്റ് ആണ് ഏതെന്ന് പറയുന്നത്? ക്യാപിറ്റൽ മാർക്കറ്റ് ഇൻസ്ട്രുമെന്റ്സ് എന്ന് പറഞ്ഞത്. അതിൽ ഡീപ്പ് ഡിസ്കൗണ്ട് ബോണ്ടിനെ പറ്റിയിട്ട് പറയുകയാണെങ്കിൽ അതിന്റെ മെച്യൂരിറ്റി പീരീഡ് എങ്ങനെയാണ്? 10 വർഷം മുതൽ 30 വർഷം വരെയാണ് നമ്മുടെ ഡീപ്പ് ഡിസ്കൗണ്ട് ബോണ്ടിന്റെ മെച്യൂരിറ്റി പീരീഡ് എന്ന് പറയുന്നത്. ദ ഇഷ്യൂ പ്രൈസ് ഓഫ് സച്ച് ബോണ്ട് ഈസ് ഫിക്സഡ് ആഫ്റ്റർ എ ഡിസ്കൗണ്ട് ആൻഡ് ദ മെച്യൂർ അറ്റ് പാർ. അതായത് ഇതാണ് ഇതിനകത്ത് ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ പഠിക്കാനുള്ളത്. ഇത്തരത്തിലുള്ള ബോണ്ട് നമ്മൾ ഇഷ്യൂ ചെയ്യുമ്പോൾ ഒരു ഡിസ്കൗണ്ട് റേറ്റിലായിരിക്കും ഇഷ്യൂ ചെയ്യുന്നത്. ഒരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ നമ്മൾ ഇത്തരത്തിലുള്ള ഒരു ബോണ്ട് ഇഷ്യൂ ചെയ്യുന്നത്, അതായത് നമ്മുടെ ഈ ബോണ്ടിന്റെ ഡീപ്പ് ഡിസ്കൗണ്ട് ബോണ്ടിന്റെ പാർ വാല്യൂ, അതായത് ഫേസ് വാല്യൂ എന്ന് പറയുന്നത് 100 ആണ് എന്ന് വിചാരിക്കാം. നമ്മൾ ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് ഒരു ഡിസ്കൗണ്ട് ഇട്ട് 60-ന് ഇഷ്യൂ ചെയ്യുന്നു. ഓക്കെ, അപ്പൊ 40 രൂപയുടെ ഡിസ്കൗണ്ട് ഉണ്ട്. ദെൻ അതിനുശേഷം അത് മെച്യൂർ ആവുന്ന സമയത്ത് തിരിച്ചു വിളിക്കുന്നത് പാർ വാല്യൂ ആയിട്ടുള്ള 100-ന് തന്നെയാണ്. അപ്പോൾ ഒരു 40 രൂപ ഇല്ലേ? അത് ആർക്കുള്ളതാണ്? നമ്മുടെ ഡീപ്പ് ഡിസ്കൗണ്ട് ബോണ്ട് ഹോൾഡർക്ക് കിട്ടുന്ന ആ ഒരു റിട്ടേൺ ആണ് ആ 40 എന്ന് പറഞ്ഞത്. ഇപ്പൊ ഞാൻ ഈ ഫിഗേഴ്സ് ഒക്കെ ജസ്റ്റ് ഒരു എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞതാണ്. വലിയ വലിയ ഫിഗേഴ്സ് ആയിരിക്കും വരുന്നത്. അപ്പോൾ അതാണ് അവിടെ നടക്കുന്നത്. എന്താണ്? ഡിസ്കൗണ്ടിന് ഇഷ്യൂ ചെയ്യുന്നു, ഫിക്സഡ് ആഫ്റ്റർ എ ഡിസ്കൗണ്ട് ആൻഡ് ദേ മെച്യൂർ അറ്റ് പാർ. എന്താണ്? ഫിക്സഡിന് അല്ലെങ്കിൽ ഡിസ്കൗണ്ടിന് നമ്മൾ എന്ത് ചെയ്യുന്നു? ഇഷ്യൂ ചെയ്യുകയും പാറിനത് റെഡീം ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ആ ഒരു വ്യത്യാസം ആർക്കുള്ളതാണ്? നമ്മുടെ ഡീപ്പ് ഡിസ്കൗണ്ട് ബോണ്ട് ഹോൾഡർക്കുള്ളതാണ്. ദർ ഈസ് നോ ഇൻട്രസ്റ്റ് ഈസ് പേയബിൾ ഡ്യൂറിംഗ് ദ ലൈഫ്. എന്താണ് നോ ഇൻട്രസ്റ്റ്? നമുക്കറിയാം ക്രെഡിറ്റർഷിപ്പ് സെക്യൂരിറ്റീസിന് നമ്മൾ ഇൻട്രസ്റ്റ് ആണ് കൊടുക്കുന്നത് എന്ന് പറഞ്ഞു. പക്ഷേ ഡീപ്പ് ഡിസ്കൗണ്ട് ബോണ്ടിന് എന്തുണ്ടാവില്ല? ഇൻട്രസ്റ്റ് ഉണ്ടാകില്ല. പക്ഷേ എന്തുണ്ട്? നമ്മൾ ഈ ഡിസ്കൗണ്ടിന് ഇഷ്യൂ ചെയ്ത് പാറിന് വാങ്ങിക്കുമ്പോൾ ഉള്ള ആ ഒരു വ്യത്യാസം ആർക്ക് കിട്ടുന്നുണ്ട്? നമ്മുടെ ഡീപ്പ് ഡിസ്കൗണ്ട് ബോണ്ട് ഹോൾഡർക്ക് കിട്ടുന്നുണ്ട്. അതാണ് അദ്ദേഹത്തിന്റെ റിട്ടേൺ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ദർ ഈസ് നോട്ട് കൺവേർട്ടബിൾ ഇൻറ്റു ഷെയർസ്. എന്താണ്? ദീസ് ആർ നോട്ട് കൺവേർട്ടബിൾ ഇൻറ്റു ഷെയർസ്. ഇതൊരിക്കലും നമുക്ക് എന്തായിട്ട് മാറ്റാൻ പറ്റില്ല? ഷെയർസ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല. അപ്പൊ ഡീപ്പ് ഡിസ്കൗണ്ട് ബോണ്ടിന്റെ പ്രത്യേകതയാണ് അതിന് നമുക്ക് ഷെയർ ആയിട്ട് കൺവേർട്ട് ചെയ്യാനും പറ്റില്ല. അതുപോലെ തന്നെ അതിന് എന്തില്ല? ഇൻട്രസ്റ്റ് ഇല്ല. ഓക്കെ, അപ്പൊ അതിന്റെ ഷെയർ ഹോൾഡേഴ്സിന് കിട്ടുന്ന റിട്ടേൺ എന്താണെന്ന് മനസ്സിലായല്ലോ. എന്താണ്? ആ ഒരു ഡിസ്കൗണ്ടും പാർ വാല്യൂം തമ്മിലുള്ള വ്യത്യാസമാണ് നമ്മുടെ ബോണ്ട് ഹോൾഡർക്ക് അല്ലെങ്കിൽ ഡീപ്പ് ഡിസ്കൗണ്ട് ബോണ്ട് ഹോൾഡർക്ക് കിട്ടുന്ന ആ ഒരു റിട്ടേൺ എന്ന് പറഞ്ഞത്. അപ്പൊ ഇതിന്റെ മെച്യൂരിറ്റി പീരീഡ് ആലോചിച്ച് നോക്കുക. 10 to 30 അല്ലെങ്കിൽ 10 മുതൽ 30 വർഷം വരെയാണ് ഇതിന്റെ മെച്യൂരിറ്റി പീരീഡ് ആയിട്ട് പറയുന്നത്. അതുപോലെ തന്നെ ഡിസ്കൗണ്ടും പാറിനും ആണ് എന്ന് മനസ്സിലാക്കുക. ഇൻട്രസ്റ്റ് റേറ്റ് ഇല്ല. പിന്നെന്താണ്? നോട്ട് കൺവേർട്ടബിൾ ഇൻറ്റു ഷെയർസ്. നമുക്ക് ഷെയർസ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റാത്ത ബോണ്ടുകളാണ് ഇതെന്ന് പറയുന്നത് ഡീപ്പ് ഡിസ്കൗണ്ട് ബോണ്ട് എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമുക്ക് നോക്കാം സീറോ കൂപ്പൺ ബോണ്ട്. എന്താണ് സീറോ കൂപ്പൺ ബോണ്ട്? കൂപ്പൺ എന്ന് പറഞ്ഞാൽ ഇൻട്രസ്റ്റ് റേറ്റിനെയാണ് നമ്മൾ കൂപ്പൺ എന്ന് പറയുന്നത് കേട്ടോ. ഇൻട്രസ്റ്റിനെയാണ് കൂപ്പൺ എന്ന് പറയുന്നത്. നോക്കാം. സീറോ കൂപ്പൺ ബോണ്ട്സ് ആർ ബോണ്ട്സ് വിച്ച് ആർ ഇഷ്യൂഡ് വിത്തൗട്ട് എനി കൂപ്പൺ റേറ്റ് ആൻഡ് ഹാവ് എ ഫിക്സഡ് മെച്യൂരിറ്റി പീരീഡ്. എന്താണ്? ഇതും കുറച്ച് ബോണ്ടുകളാണ്, അല്ലെങ്കിൽ സീറോ കൂപ്പൺ ബോണ്ട്സ് എന്ന് പറഞ്ഞാൽ ബോണ്ടാണ്. ഇവയും ഇഷ്യൂ ചെയ്യുന്നത് എന്താണ്? വിത്തൗട്ട് എനി കൂപ്പൺ റേറ്റ്. എന്താണ്? നമ്മുടെ ഇൻട്രസ്റ്റ് റേറ്റ് ഇല്ലാണ്ട്. വിത്തൗട്ട് ആണ് അല്ലേ? വിത്താണോ? അല്ല, വിത്തൗട്ട് എനി ഇൻട്രസ്റ്റ് റേറ്റ് അല്ലെങ്കിൽ കൂപ്പൺ റേറ്റ് ആൻഡ് ഹാവ് എ ഫിക്സഡ് മെച്യൂരിറ്റി പീരീഡ്. ഒരു ഫിക്സഡ് മെച്യൂരിറ്റി പീരീഡ് ഉണ്ടാവും. അതുപോലെ തന്നെ എന്തുണ്ടാവില്ല? നമ്മുടെ ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ കൂപ്പൺ റേറ്റ് ഉണ്ടാകാറില്ല. ദേ ആർ ഓൾവേസ് ഇഷ്യൂഡ് അറ്റ് ഡിസ്കൗണ്ട്. ഇവിടെയും എന്താണ്? ഇഷ്യൂ ചെയ്യുന്നത് ഡിസ്കൗണ്ടിലും അതുപോലെ തന്നെ റെഡീം ചെയ്യുന്നത് നോമിനൽ അല്ലെങ്കിൽ പാർ വാല്യൂക്കുമാണ്. അപ്പൊ ആ ഒരു വ്യത്യാസം ഉണ്ടല്ലോ. പാർ വാല്യൂവും നമ്മുടെ ഡിസ്കൗണ്ട് വാല്യൂവും തമ്മിലുള്ള ആ ഒരു വ്യത്യാസമാണ് ആർക്ക് കിട്ടുന്നത്? നമ്മുടെ സീറോ കൂപ്പൺ ബോണ്ട്സ് ഹോൾഡറിന് കിട്ടുന്ന റിട്ടേൺ എന്ന് പറഞ്ഞത്. അല്ലാണ്ട് ഇവിടെ എന്തില്ല? നമ്മുടെ ഇൻട്രസ്റ്റ് ഇല്ല. ഇൻട്രസ്റ്റ് ഇല്ലാത്തതുകൊണ്ടാണ് സീറോ കൂപ്പൺ എന്ന് പറഞ്ഞത്. സീറോ ഇൻട്രസ്റ്റ് ആണ്. സീറോ കൂപ്പൺ എന്ന് പറഞ്ഞാൽ കൂപ്പൺ റേറ്റ് എന്ന് പറഞ്ഞാൽ ഇൻട്രസ്റ്റ് ആണ്. അതുകൊണ്ട് തന്നെ സീറോ കൂപ്പൺ എന്ന് പറഞ്ഞാൽ സീറോ ഇൻട്രസ്റ്റ് ആണ്. നോ ഇൻട്രസ്റ്റ് ആണ് എവിടെയുള്ളത്? ZCBയിലുള്ളത്. ദ ഡിഫറൻസ് ബിറ്റ്വീൻ റിഡംഷൻ വാല്യൂ ആൻഡ് ഇഷ്യൂ പ്രൈസ് ഈസ് ദി റിട്ടേൺ ഓഫ് ദി ഇൻവെസ്റ്റർ. എന്താണ്? നമ്മളിപ്പോൾ പറഞ്ഞത് തന്നെയാണ്. ഇൻവെസ്റ്റർക്ക് കിട്ടുന്ന റിട്ടേൺ എന്ന് പറയുന്നത് എന്താണ്?
ആ ഒരു ഡിഫറൻസ് ആണ് എന്തൊക്കെയാണ്? റിഡംഷൻ വാല്യൂം അതുപോലെ തന്നെ ഇഷ്യൂ പ്രൈസും തമ്മിലുള്ള ആ ഒരു വ്യത്യാസമാണ് നമ്മുടെ ഇൻവെസ്റ്ററുടെ റിട്ടേൺ എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ പറയുന്നു സീറോ കൂപ്പൺ ബോണ്ട്സ് മേ ബി കൺവേർട്ടഡ് ഇൻടു ഇക്വിറ്റി ഷെയർസ്. അണ്ടർലൈൻ ചെയ്ത് പഠിക്കുക. നമ്മൾ നേരത്തെ പറഞ്ഞതിനകത്ത് എന്തില്ലായിരുന്നു? ഡീപ്പ് ഡിസ്കൗണ്ട് ബോണ്ടിൽ നമുക്ക് ഷെയർസ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റില്ലായിരുന്നു. പക്ഷേ എവിടെയാണ്? സീറോ കൂപ്പൺ ബോണ്ട്സിനെ നമുക്ക് വേണമെങ്കിൽ എന്തായിട്ട് കൺവേർട്ട് ചെയ്യാം? ഷെയർസ് ആയിട്ട്, ഇക്വിറ്റി ഷെയർസ് ആയിട്ട് കൺവേർട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ആ ഒരു വ്യത്യാസം മനസ്സിലായല്ലോ. നമ്മുടെ ഡീപ്പ് ഡിസ്കൗണ്ട് ബോണ്ടിലും ഇതേ കാര്യങ്ങളാണ് പറഞ്ഞത്. പക്ഷെ അവിടെ എന്തുണ്ടായിരുന്നു? ഇക്വിറ്റി ഷെയർസ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റാത്ത ബോണ്ടുകളാണ് ഏതെന്ന് പറഞ്ഞത്? നമ്മൾ ആദ്യം പറഞ്ഞത്. ദെൻ അത് ഡീപ്പ് ഡിസ്കൗണ്ട് ബോണ്ടിനെ പറ്റിയിട്ട് പറഞ്ഞത്. ദെൻ സീറോ കൂപ്പൺ ബോണ്ടിലേക്ക് വരുമ്പോൾ ഇവിടെ എന്തായിട്ട് കൺവേർട്ട് ചെയ്യാം? നമുക്ക് ഇക്വിറ്റി ഷെയർസ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ആ ഒരു വ്യത്യാസം നിങ്ങൾ ഓർത്തിരിക്കുക. ദെൻ അതിനുശേഷം നമ്മൾ പറയാണ് സെക്യൂർഡ് പ്രീമിയം നോട്ട്, ZPN എന്നാണ് നമ്മൾ ഷോർട്ടായിട്ട് പറയുന്നത്. എന്താണ് സെക്യൂർഡ് പ്രീമിയം നോട്ട് എന്ന് നോക്കാം. SPN ഈസ് ജസ്റ്റ് ലൈക്ക് എ ഡിബഞ്ചർ റെഡീമബിൾ അറ്റ് പ്രീമിയം. എന്താണ്? ഇതൊരു ഡിബഞ്ചറിനെ പോലെയാണ്. റെഡീം ചെയ്യുന്നത് എന്തിനാണ്? പ്രീമിയത്തിനാണ്. ഓക്കെ, അതായത് പാർ വാല്യൂവിനേക്കാളും ഉയർന്ന വിലയ്ക്കാണ്, ഫേസ് വാല്യൂവിനേക്കാളും ഉയർന്ന വിലയ്ക്കാണ് റെഡീം ചെയ്യുന്നത്. അത്തരത്തിലുള്ള ഡിബഞ്ചർ പോലെ തന്നെ ഉള്ള ഒരു സെക്യൂരിറ്റിയാണ് ഏതെന്ന് പറയുന്നത്? സെക്യൂർഡ് പ്രീമിയം നോട്ട് എന്ന് പറയുന്നത്. അപ്പം ഓർത്തിരിക്കുക, റെഡീമബിൾ അറ്റ് പ്രീമിയം ആണ്. ദ റിഡംഷൻ ഓഫ് SPN ഈസ് സ്പ്രെഡ് ഓവർ സെവറൽ ഇയേഴ്സ്. അതായത് സെവറൽ ഇയേഴ്സ് എടുത്തുകൊണ്ടാണ് എന്തിന്റെ റിഡംഷൻ നടക്കുന്നത്? SPN സെക്യൂരിറ്റീസിന്റെ റിഡംഷൻ നടക്കുന്നത് കുറച്ച് വർഷങ്ങൾ എടുത്തിട്ടാണ്. നോ ഇൻട്രസ്റ്റ് ഈസ് പേയബിൾ ഇനിഷ്യലി. എന്താണ്? ഇൻട്രസ്റ്റ് കൊടുക്കുന്നേ ഇല്ലെന്നല്ല, തുടക്കത്തിൽ ആരംഭത്തിൽ നമ്മൾ എന്ത് കൊടുക്കുന്നില്ല? ഇൻട്രസ്റ്റ് കൊടുക്കുന്നില്ല. പിന്നീട് അങ്ങോട്ട് പോകുന്ന വർഷത്തിൽ നമ്മൾ പറഞ്ഞു സെവറൽ ഇയേഴ്സ് എടുത്തിട്ടാണ് റിഡംഷൻ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ തുടക്ക വർഷങ്ങളിൽ എന്ത് കൊടുക്കാറില്ല? ഇൻട്രസ്റ്റ് കൊടുക്കാറില്ല. പിന്നീട് അങ്ങോട്ടുള്ള വർഷങ്ങളിൽ എന്ത് കൊടുക്കും? ഇൻട്രസ്റ്റ് കൊടുക്കാറുണ്ട്. അപ്പോൾ ഇതൊരു ഡിബഞ്ചറിനെ പോലെ തന്നെയാണ്. റെഡീം ചെയ്യുന്നത് പ്രീമിയത്തിനാണ്. അതുപോലെ തന്നെ റിഡംഷൻ നടക്കുന്നത് സെവറൽ ഇയേഴ്സിലാണ്. പിന്നെന്താണ് നമ്മൾ പറഞ്ഞത്? ഇൻട്രസ്റ്റ് പേ ചെയ്യുന്നത് അല്ലെങ്കിൽ ഇനിഷ്യലി ഇൻട്രസ്റ്റ് ഒന്നും പേ ചെയ്യുന്നില്ല അല്ലെങ്കിൽ കൊടുക്കുന്നില്ല. ദ നോട്ട് വിൽ ബി റെഡീമബിൾ ഇൻ ഇൻസ്റ്റാൾമെന്റ് പേയിങ്. എന്താണ് ഈ നോട്ട്? നമ്മൾ പറഞ്ഞ SPN എന്ന് പറയുന്ന നോട്ട് റെഡീം ചെയ്യാൻ പറ്റും. എങ്ങനെയാണ്? റെഡീമബിൾ ഇൻ ഇൻസ്റ്റാൾമെന്റ് പേയിങ് എ പാർട്ട് ഓഫ് ദി പ്രിൻസിപ്പൽ ടുഗദർ വിത്ത് പ്രീമിയം. എന്താണ്? നമുക്ക് പ്രിൻസിപ്പൽ എമൗണ്ടിന്റെ ഒരു പാർട്ടും അതോടൊപ്പം ആ ഒരു പ്രീമിയം കൂടെ ചേർത്തിട്ട് പതി എന്ത് ചെയ്യാം? നമുക്ക് റെഡീം ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. എന്ത്? SPN റെഡീം ചെയ്യുന്നത് ഒറ്റയടിക്കല്ല അല്ലെങ്കിൽ ഒറ്റൊരു തവണയായിട്ടല്ല, പല ഇൻസ്റ്റാൾമെന്റ് ആയിട്ടാണ്. അങ്ങനെ ഇൻസ്റ്റാൾമെന്റ് കൊടുക്കുമ്പോൾ അതിനകത്ത് എന്തുണ്ടായിരിക്കണം? നമ്മുടെ പ്രിൻസിപ്പൽ എമൗണ്ടിന്റെ ഒരു പാർട്ടും അതുപോലെ തന്നെ എന്തുണ്ടാവണം? പ്രീമിയത്തിന്റെയും കൂടെ ഉണ്ടായിരിക്കണം. ഇത് രണ്ടും കൂടെ ചേർത്തിട്ട് സെവറൽ ഇയേഴ്സ് എടുത്തിട്ടാണ് എന്ത് റെഡീം ചെയ്യേണ്ടത്? സെക്യൂർഡ് പ്രീമിയം നോട്ട്സ് റെഡീം ചെയ്യുന്നത്. ഈച്ച് SPN ഈസ് അക്കമ്പനീഡ് വിത്ത് ഡിറ്റാച്ചബിൾ വാറന്റ്. വെരി ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ്? SPN വാങ്ങിക്കുന്ന സമയത്ത് നമുക്ക് അതിൻ്റെ കൂടെ ഒരു ഡിറ്റാച്ചബിൾ വാറന്റ് കിട്ടും. വിച്ച് ക്യാൻ ബി കൺവേർട്ടഡ് ഇൻറ്റു ഇക്വിറ്റി ഷെയർസ് ആഫ്റ്റർ എ ഡിഫൈൻഡ് പീരീഡ്. എന്താണ്? ഈ ഡിറ്റാച്ചബിൾ വാറന്റിന് നമുക്ക് എന്ത് ചെയ്യാം? ഒരു ഡിഫൈൻഡ് പീരീഡ് കഴിയുമ്പോൾ എന്തായിട്ട് കൺവേർട്ട് ചെയ്യാം? ഇക്വിറ്റി ഷെയർസ് ആയിട്ട് കൺവേർട്ട് ചെയ്യാം. അപ്പോൾ SPN വാങ്ങിക്കുന്ന സമയത്ത് നമുക്ക് അതിൽ നിന്ന് എന്ത് കിട്ടും? അതിൻ്റെ കൂടെ എന്ത് കിട്ടും? ഒരു ഡിറ്റാച്ചബിൾ വാറന്റ് കിട്ടും. അപ്പോൾ ഈ SPN റെഡീം ചെയ്ത് കഴിഞ്ഞാലും എന്ത് ചെയ്യാം? നമുക്ക് ഈ ഡിറ്റാച്ചബിൾ വാറന്റ് എന്തായിട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും? ഇക്വിറ്റി ഷെയർസ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. പക്ഷെ അതിനൊരു പീരീഡ് ഉണ്ട്. ആ പീരീഡിനുള്ളിൽ തന്നെ എന്തായിട്ട് കൺവേർട്ട് ചെയ്യണം? ഇക്വിറ്റി ഷെയർസ് ആയിട്ട് കൺവേർട്ട് ചെയ്യണം. അത്തരത്തിലുള്ള ഇൻസ്ട്രുമെന്റിനെയാണ് നമ്മൾ എന്തെന്ന് പറഞ്ഞത്? സെക്യൂർഡ് പ്രീമിയം നോട്ട്സ് എന്ന് പറഞ്ഞത്. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പൊ നമ്മൾ ആദ്യം പറഞ്ഞ ഇന്നോവേറ്റീവ് ഡെറ്റ് ഇൻസ്ട്രുമെന്റ് എന്ന് പറയുന്നത് ഏതായിരുന്നു? നമ്മുടെ ഡീപ്പ് ഡിസ്കൗണ്ട് ബോണ്ടാണ്. ദെൻ അതിനുശേഷം സീറോ കൂപ്പൺ ബോണ്ട്സിനെ പറ്റിയിട്ട് പറഞ്ഞു. ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്തത് സെക്യൂർഡ് പ്രീമിയം നോട്ട്സ് ആണ്. നെക്സ്റ്റ് നമുക്ക് നോക്കാം ഫ്ലോട്ടിംഗ് ഇൻട്രസ്റ്റ് റേറ്റ് ബോണ്ട്. എന്താണ് ഫ്ലോട്ടിംഗ് ഇൻട്രസ്റ്റ് റേറ്റ് ബോണ്ട് എന്ന് പറഞ്ഞാൽ? ഫ്ലോട്ടിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ചേഞ്ച് ചെയ്യാന്നാണ് അല്ലേ? ഫ്ലോട്ടിംഗ് എന്ന് പറഞ്ഞാൽ ചേഞ്ച് എന്നാണ് കേട്ടോ, ചേഞ്ച്. അപ്പോൾ അതിൻ്റെ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഫ്ലോട്ടിംഗ് ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറഞ്ഞാൽ ഇൻട്രസ്റ്റ് റേറ്റിങ്ങിനെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ബോണ്ടുകളാണ് ഏതെന്ന് പറയുന്നത്?
ഫ്ലോട്ടിംഗ് ഇൻട്രസ്റ്റ് റേറ്റ് ബോണ്ട് എന്ന് പറഞ്ഞത്. ദീസ് ആർ ഡെറ്റ് ഇൻസ്ട്രുമെന്റ് ഓൺ വിച്ച് നോ കൂപ്പൺ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഈസ് ഫിക്സഡ്. എന്താണ്? ഇതും ഒരു ഡെറ്റ് ഇൻസ്ട്രുമെന്റ് ആണ്. നമ്മൾ പറയുന്ന എല്ലാം ഡെറ്റ് ഇൻസ്ട്രുമെന്റ് ആണ്. നോ കൂപ്പൺ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഈസ് ഫിക്സഡ്. എന്താണ്? നമ്മുടെ കൂപ്പൺ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് ഫിക്സഡ് ആയിരിക്കില്ല, പകരം എന്തായിരിക്കും? ഫ്ലോട്ടിംഗ് ആയിരിക്കും, അതായത് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. ദ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് പേയബിൾ ഹാഫ് ഇയർലി വിൽ ബി 2% എബവ് ദി ബാങ്ക് ഡിപ്പോസിറ്റ്. എന്താണ്? നമ്മൾ ഇവിടെ ഇൻട്രസ്റ്റ് റേറ്റിങ്ങിനെ ചേഞ്ച് ചെയ്യുന്ന പറഞ്ഞു. എന്തിന്റെ ബേസിലാണ് ചേഞ്ച് ചെയ്യുന്നത്? നമ്മുടെ ബാങ്ക് ഡിപ്പോസിറ്റുമായിട്ട് ആ ഒരു ടൈമിൽ, പ്രിവൈലിംഗ് ടൈമിൽ നിലനിൽക്കുന്ന ബാങ്ക് ഡിപ്പോസിറ്റിന്റെ റേറ്റ് ആണ് എടുക്കുന്നത്. ആ റേറ്റിനേക്കാൾ 2% എബവ് ആയിരിക്കും ഏതെന്ന് പറയുന്നത്? ഫ്ലോട്ടിംഗ് ഇൻട്രസ്റ്റ് റേറ്റ് ബോണ്ടിന്റെ ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറഞ്ഞത്. അപ്പോൾ നമ്മുടെ ബാങ്ക് റേറ്റ് മാറുന്നതിനനുസരിച്ച്, അല്ലെങ്കിൽ ബാങ്ക് ഡിപ്പോസിറ്റിന്റെ റേറ്റ് കൂടുകയാണെങ്കിൽ ഇതും ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കും, കുറയുകയാണെങ്കിൽ അതിനനുസരിച്ചിട്ട് എന്തും കുറയും? ഫ്ലോട്ടിംഗ് ഇൻട്രസ്റ്റ് റേറ്റ് ബോണ്ടിന്റെ ഇൻട്രസ്റ്റ് കുറഞ്ഞുകൊണ്ടിരിക്കും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ എന്തെന്ന് പറയാം, നമുക്കത് ഫിക്സഡ് ആണ് എന്ന് പറയാൻ പറ്റത്തില്ല. ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത് ട്യൂൺ വിത്ത് ബാങ്ക് ഡിപ്പോസിറ്റ് റേറ്റ്. എന്താണ്? ബാങ്ക് ഡിപ്പോസിറ്റ് റേറ്റിന്റെ ബേസ് ചെയ്തുകൊണ്ട് മാറിക്കൊണ്ടിരിക്കുന്ന ഇൻട്രസ്റ്റ് റേറ്റ് ആണ് ആർക്കുള്ളത്? ഫ്ലോട്ടിംഗ് ഇൻട്രസ്റ്റ് റേറ്റ് ബോണ്ടിനുള്ളത്. അതുകൊണ്ട് തന്നെ അതിന് നമുക്ക് ഫ്ലോട്ടിംഗ് ചേഞ്ച് എന്നാണ്, ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുമെന്ന് പറയാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഓർത്തിരിക്കേണ്ട കാര്യം ഇതാണ്, ബാങ്ക് ഡിപ്പോസിറ്റ് റേറ്റിനെ ബേസ് ചെയ്തുകൊണ്ട് എബവ് 2% ആയിരിക്കും ഏതിന്റെ റേറ്റ് എന്ന് പറയുന്നത്? ഫ്ലോട്ടിംഗ് ഇൻട്രസ്റ്റ് ബോണ്ടിന്റെ റേറ്റ്, ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയാണ് നമ്മൾ പഠിച്ച ഡെറ്റ് ഇൻസ്ട്രുമെന്റ് അല്ലെങ്കിൽ ക്രെഡിറ്റർഷിപ്പ് സെക്യൂരിറ്റീസ് എന്ന് പറഞ്ഞത്. ഇതിൽ 4 നമ്മൾ പറഞ്ഞത് ഇന്നോവേറ്റീവ് ഡെറ്റ് ഇൻസ്ട്രുമെന്റ് ആയിരുന്നു. ആദ്യം നമ്മൾ ഡിബഞ്ചേഴ്സിനെ പറ്റിയിട്ട് പറഞ്ഞു. അപ്പോൾ ഓണർഷിപ്പ് സെക്യൂരിറ്റീസിൽ ഇക്വിറ്റി ഷെയർസും പ്രിഫറൻസ് ഷെയർസും പറഞ്ഞു. ദെൻ ക്രെഡിറ്റർഷിപ്പിലേക്ക് വന്നപ്പോൾ നമ്മൾ ഡിബഞ്ചേഴ്സും ഇന്നോവേറ്റീവ് ഡെറ്റ് ഇൻസ്ട്രുമെന്റ് ആയിട്ടുള്ള 4 ഐറ്റംസ് ആണ് പറഞ്ഞത്. ആദ്യം നമ്മൾ പറഞ്ഞത് ഡീപ്പ് ഡിസ്കൗണ്ട് ബോണ്ടാണ്. ദെൻ സീറോ കൂപ്പൺ ബോണ്ട്സ് പറഞ്ഞു. അതിനുശേഷം നമ്മൾ എന്ത് പറഞ്ഞു? എന്തായിരുന്നു നമ്മൾ പറഞ്ഞത്? നമ്മുടെ സെക്യൂർഡ് പ്രീമിയം നോട്ട്സിനെ പറ്റിയിട്ട് പറഞ്ഞു. ദെൻ ലാസ്റ്റ് നമ്മൾ പറഞ്ഞത് ഫ്ലോട്ടിംഗ് ഇൻട്രസ്റ്റ് റേറ്റ് ബോണ്ടിനെ പറ്റിയിട്ടാണ്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ എന്തെന്ന് പറഞ്ഞത്? ക്രെഡിറ്റർഷിപ്പ് സെക്യൂരിറ്റീസ് എന്ന് പറഞ്ഞത്. ഇനി നമ്മൾ നമ്മുടെ മെയിൻ ക്ലാസിഫിക്കേഷൻ, കോർപ്പറേറ്റ് സെക്യൂരിറ്റീസ് എന്ന് പറയുന്ന ക്ലാസിഫിക്കേഷൻ കഴിഞ്ഞു. രണ്ടാമതായിട്ട് നമ്മൾ വരുന്ന ക്ലാസിഫിക്കേഷൻ ആണ് ഗവൺമെന്റ് സെക്യൂരിറ്റീസ്. പേരിൽ തന്നെയുണ്ട്. എന്താണ്? കോർപ്പറേറ്റ് സെക്യൂരിറ്റീസ് എന്ന് പറയുന്നത് കോർപ്പറേറ്റ് സെക്ടർ ഇഷ്യൂ ചെയ്യുന്നതാണ് എങ്കിൽ ഗവൺമെന്റ് സെക്യൂരിറ്റീസ് എന്ന് പറയുന്നത് ആര് ഇഷ്യൂ ചെയ്യുന്നതായിരിക്കും? ഗവൺമെന്റ് ഇഷ്യൂ ചെയ്യുന്നതായിരിക്കും അല്ലേ? ദീസ് ആർ സെക്യൂരിറ്റീസ് ഇഷ്യൂഡ് ബൈ ദി സെൻട്രൽ ഗവൺമെന്റ്, സ്റ്റേറ്റ് ഗവൺമെന്റ്, സെമി ഗവൺമെന്റ് ഏജൻസീസ് ആൻഡ് പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ്. എന്തൊക്കെയാണ് പറഞ്ഞത്? ഇത്തരത്തിലുള്ള സെക്യൂരിറ്റീസ് ഇഷ്യൂ ചെയ്യുന്നത് ആരാണ്? ഗവൺമെന്റ് ആണ്. ഗവൺമെന്റിന്റെ പല ക്ലാസിഫിക്കേഷനായിട്ട് നമ്മൾ പറയുന്നുണ്ട്. സെൻട്രൽ ഗവൺമെന്റ് ആകാം, സ്റ്റേറ്റ് ഗവൺമെന്റ് ആകാം, അതുപോലെ തന്നെ സെമി ഗവൺമെന്റ് ഏജൻസീസ് ആവാം, അല്ലെങ്കിൽ ഏതെങ്കിലും പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ് ആവാം. അപ്പൊ ഇവരൊക്കെ ഇഷ്യൂ ചെയ്യുന്ന സെക്യൂരിറ്റീസ് ആണ് ഏതെന്ന് പറയുന്നത്? ഗവൺമെന്റ് സെക്യൂരിറ്റീസ് എന്ന് പറയുന്നത്. ദ പബ്ലിക് ഡെറ്റ് ഈസ് റേസ്ഡ് ത്രൂ മാർക്കറ്റ് ബോറോയിങ് ബൈ ദി ഇഷ്യൂ ഓഫ് സെക്യൂരിറ്റീസ് നോൺ ആസ് ഗിൽറ്റ് എഡ്ജ്ഡ് സെക്യൂരിറ്റീസ്. എന്താണ്? ഇതുപോലെ നമ്മുടെ പബ്ലിക് ഡെറ്റ് റേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗവൺമെന്റ് ഇഷ്യൂ ചെയ്യുന്ന സെക്യൂരിറ്റീസിനെ ഗവൺമെന്റ് സെക്യൂരിറ്റീസ് എന്നോ നമുക്ക് മറ്റൊരു പേരിലും അറിയപ്പെടുന്നുണ്ട്, ഗിൽറ്റ് എഡ്ജ്ഡ് സെക്യൂരിറ്റീസ് എന്നും ഇതിനെ അറിയപ്പെടുന്നുണ്ട്. മറന്നു പോകരുത്. ഗിൽറ്റ് എഡ്ജ്ഡ് സെക്യൂരിറ്റീസ് എന്ന് ചോദിച്ചാൽ എന്ത് തന്നെയാണ്? നമ്മുടെ ഗവൺമെന്റ് സെക്യൂരിറ്റീസ് ആണ്. പബ്ലിക് ഡെറ്റിന് വേണ്ടിയിട്ട് ഗവൺമെന്റ് ഇഷ്യൂ ചെയ്യുന്ന സെക്യൂരിറ്റീസ് ആണ് എന്തെന്ന് പറയുന്നത്? ഗിൽറ്റ് എഡ്ജ്ഡ് സെക്യൂരിറ്റീസ് എന്ന് പറയുന്നത്. ദെൻ ഇനി നമുക്ക് അതിനകത്ത് ഏതൊക്കെയാണ് വരുന്നത്? അതായത് നമ്മുടെ ഗവൺമെന്റ് സെക്യൂരിറ്റീസിന്റെ ക്ലാസിഫിക്കേഷൻ ആണ് പറയുന്നത്. ഇൻസ്ക്രൈബ്ഡ് സ്റ്റോക്ക്, ഗവൺമെന്റ് പ്രോമിസറി നോട്ട്, അതുപോലെ തന്നെ ബിയറർ ബോണ്ട്. എന്തൊക്കെയാണ്? ഇൻസ്ക്രൈബ്ഡ് സ്റ്റോക്ക്, ഗവൺമെന്റ് പ്രോമിസറി നോട്ട്സ്, അതുപോലെ തന്നെ ബിയറർ ബോണ്ട്. ഓരോന്നും നമുക്ക് എന്താണെന്ന് നോക്കാം. ഇൻസ്ക്രൈബ്ഡ് സ്റ്റോക്ക് അല്ലെങ്കിൽ സ്റ്റോക്ക് സർട്ടിഫിക്കറ്റ് എന്നും പറയാറുണ്ട്. എന്താണ് ഇൻസ്ക്രൈബ്ഡ് സ്റ്റോക്ക് അല്ലെങ്കിൽ സ്റ്റോക്ക് സർട്ടിഫിക്കറ്റ്? എന്താണ്? when the original subscriber's name is written on the face of the certificate. എന്താണ്? ഒറിജിനൽ സബ്സ്ക്രൈബർ ആരാണോ ആദ്യമായി അല്ലെങ്കിൽ ഒറിജിനലി ആരാണോ വാങ്ങിച്ചത് അയാളുടെ പേര് എവിടെ ഉണ്ടായിരിക്കും? നമ്മുടെ സർട്ടിഫിക്കറ്റിന്റെ ഫേസിൽ, അതായത് സർട്ടിഫിക്കറ്റിന്റെ ഫ്രണ്ടിൽ തന്നെ ആരാണോ അത് പർച്ചേസ് ചെയ്തത് അദ്ദേഹത്തിന്റെ പേര് അവിടെ വ്യക്തമായിട്ടുണ്ടായിരിക്കും. ആൻഡ് ദ സെയിം ഈസ് രജിസ്റ്റേർഡ് ഇൻ ദി ബുക്സ് ഓഫ് പബ്ലിക് ഡെറ്റ് ഓഫീസ്. ഇറ്റ് ഈസ് നോൺ ആസ് ഇൻസ്ക്രൈബ്ഡ് സ്റ്റോക്ക്. അതായത് ഗവൺമെന്റ് ഒരു ഇൻസ്ക്രൈബ്ഡ് സ്റ്റോക്ക് ഇഷ്യൂ ചെയ്യുന്നു. അത് വാങ്ങിക്കുന്ന ഒരു വ്യക്തി ഉണ്ടായിരിക്കുമല്ലോ. അത് വാങ്ങിക്കുന്ന സമയത്ത് ആ വാങ്ങിച്ച വ്യക്തിയുടെ പേര് ഈ സർട്ടിഫിക്കറ്റിനകത്തും എഴുതും. അതുപോലെ തന്നെ എവിടെ എഴുതും? നമ്മുടെ ഗവൺമെന്റ് മെയിൻറ്റെയിൻ ചെയ്തു വെച്ചിരിക്കുന്ന രജിസ്റ്ററിൽ പബ്ലിക് ഡെറ്റ് ഓഫീസ്, ബുക്ക് ഓഫ് പബ്ലിക് ഡെറ്റ് ഓഫീസിൽ എന്തെഴുതും? ഇദ്ദേഹത്തിന്റെ നെയിം എഴുതും. അപ്പോൾ രണ്ടിടത്ത് നെയിം ഉണ്ട്. എവിടേക്കാണ്? അദ്ദേഹത്തിന് കൊടുക്കുന്ന സർട്ടിഫിക്കറ്റിലും ഉണ്ട്, അതുപോലെ തന്നെ
ബുക്ക് ഓഫ് പബ്ലിക് ഡെറ്റ് ഓഫീസിലും ഇദ്ദേഹത്തിന്റെ പേരുണ്ട്. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഇൻസ്ക്രൈബ്ഡ് സ്റ്റോക്ക് എന്ന് പറഞ്ഞത്. ദ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് അലോങ് വിത്ത് മെച്യൂരിറ്റി പീരീഡ് ആർ അഫിക്സഡ് ഓൺ ദി സർട്ടിഫിക്കറ്റ്. ഇവിടെ എന്തുകൊണ്ട് അദ്ദേഹത്തിന്റെ പേര് മാത്രമല്ല എത്ര റേറ്റിലാണ് അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് റേറ്റ് എത്രയാണ് എന്നും അതുപോലെ തന്നെ ഇതിന്റെ മെച്യൂരിറ്റി പീരീഡ് എന്നാണ് എന്നും നമ്മുടെ സർട്ടിഫിക്കറ്റിൽ എന്ത് ചെയ്തിരിക്കും, അഫിക്സ് ചെയ്തിരിക്കും. അപ്പൊ സർട്ടിഫിക്കറ്റിൽ എന്തൊക്കെ കാര്യങ്ങളുണ്ട്, ഒറിജിനൽ ഇൻവെസ്റ്ററുടെ പേരുണ്ട്, അതുപോലെ തന്നെ അതിന്റെ ഇൻട്രസ്റ്റ് റേറ്റ്, അതായത് ആ ഒരു ഇൻസ്ക്രൈബ്ഡ് സ്റ്റോക്കിന്റെ ഇൻട്രസ്റ്റ് റേറ്റ് എത്രയാണെന്നുണ്ടായിരിക്കും, ദെൻ അതിന്റെ മെച്യൂരിറ്റി പീരീഡും ഉണ്ടായിരിക്കും. ദ സ്റ്റോക്ക് സർട്ടിഫിക്കറ്റ് ഈസ് ട്രാൻസ്ഫറബിൾ ഓൺലി ബൈ എക്സിക്യൂട്ടിംഗ് എ ഡ്യൂലി ഡിസൈൻഡ് ട്രാൻസ്ഫർ ഡീഡ് ബോത്ത് ബൈ ട്രാൻസ്ഫറർ ആൻഡ് ട്രാൻസ്ഫറി. എന്താണ് പറഞ്ഞത്, നമ്മൾ ഈ സർട്ടിഫിക്കറ്റ്, ഒരാളുടെ ഒറിജിനൽ സബ്സ്ക്രൈബറുടെ കയ്യിൽ ഇരിക്കുന്ന സർട്ടിഫിക്കറ്റ് ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ എന്ത് വേണം, ഒരു ട്രാൻസ്ഫർ ഡീഡ് എക്സിക്യൂട്ട് ചെയ്യണം. അതെന്തായിരിക്കണം, ഡ്യൂലി സൈൻ ചെയ്ത, ആരൊക്കെ, ട്രാൻസ്ഫററും ട്രാൻസ്ഫറിയും കൃത്യമായിട്ട് സൈൻ ചെയ്ത ഒരു ട്രാൻസ്ഫർ ഡീഡ് ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റൂ, ഇത്തരത്തിലുള്ള സ്റ്റോക്ക് സർട്ടിഫിക്കറ്റ് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റത്തുള്ളൂ. അപ്പൊ അത്രയും സെക്യൂർഡ് ആണ് അല്ലെ, ഗവൺമെന്റിന്റെ കാര്യങ്ങളൊക്കെ അത്രയും സെക്യൂർഡ് ആയിട്ടാണ് നടത്തുന്നത്. നമ്മൾ ആദ്യം പറഞ്ഞു ഒറിജിനൽ സബ്സ്ക്രൈബറുടെ പേരും അതുപോലെ തന്നെ മെച്യൂരിറ്റി പീരീഡും ഇൻട്രസ്റ്റ് റേറ്റും എവിടെ ഉണ്ടാകും, നമ്മുടെ സ്റ്റോക്ക് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ഇൻസ്ക്രൈബ്ഡ് സ്റ്റോക്കിൽ ഉണ്ടാകും. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ പേര് എവിടെ ഉണ്ടായിരിക്കും, ബുക്ക് ഓഫ് പബ്ലിക് ഡെറ്റ് ഓഫീസിലും ഉണ്ടായിരിക്കും. ദെൻ ഇനി ഇത് ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ എങ്ങനെയാണ്, ഒരു ഡ്യൂലി സൈൻഡ് ആയിട്ടുള്ള ട്രാൻസ്ഫർ ഡീഡ് ഉണ്ടായിരിക്കണം. അതിന്റെ എക്സിക്യൂഷനിലൂടെ മാത്രമേ നമുക്ക് എന്ത് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റൂ, സ്റ്റോക്ക് സർട്ടിഫിക്കറ്റ് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ദെൻ നമുക്ക് നോക്കാം ഗവൺമെന്റ് പ്രോമിസറി നോട്ട്. നമ്മൾ രണ്ടാമതായിട്ട് ഗവൺമെന്റ് സെക്യൂരിറ്റീസിൽ പഠിച്ചതാണ് ഗവൺമെന്റ് പ്രോമിസറി നോട്ട്. നോക്കാം, ദീസ് ആർ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ഇഷ്യൂഡ് ബൈ ദി ഗവൺമെന്റ്. നമ്മൾ ഈ പറയുന്നത് മൂന്നും ഇഷ്യൂ ചെയ്യുന്നത് ആര് തന്നെയാണ്, ഗവൺമെന്റ് തന്നെയാണ്. അപ്പൊ ഇതിന്റെ പ്രത്യേകത എന്താണ്, ഇതൊരു പ്രോമിസറി നോട്ടാണ്, അതുകൊണ്ട് തന്നെ അതൊരു നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആണ് അല്ലേ, നെഗോഷിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഇൻസ്ട്രുമെന്റ് ആണ്. ഇറ്റ് ഈസ് എ പ്രോമിസ് മെയ്ഡ് ബൈ ദി ഗവൺമെന്റ്. ഇത് ആരുടെ പ്രോമിസ് ആണ്, ഗവൺമെന്റ് ആണ് പ്രോമിസ് ചെയ്യുന്നത് അല്ലേ. അവിടെ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ, ഗവൺമെന്റ് എന്ന് പറയുമ്പോൾ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ആണ് എന്ത് പ്രോമിസ് ചെയ്യുന്നത്, ഈ ഗവൺമെന്റ് പ്രോമിസറി നോട്ടിൽ ഒരു പ്രോമിസ് തരുന്നത്. ആർക്കാണ് പ്രോമിസ് തരുന്നത്, ആരാണോ ഇത് പർച്ചേസ് ചെയ്യുന്നത് അദ്ദേഹത്തിന്, ടു എ പേഴ്സൺ നെയ്മഡ് ദെയറിൻ, അതായത് ആരുടെ പേരിലാണോ അത് കൊടുക്കുന്നത് അയാൾക്കൊരു പ്രോമിസ് നൽകുകയാണ് നമ്മുടെ ഗവൺമെന്റ്. എന്ത്, ടു പേ സ്പെസിഫിക് എമൗണ്ട്, എന്താണ്, ഒരു സ്പെസിഫിക് എമൗണ്ട് തന്നുകൊള്ളാം. ഓൺ എ സ്പെസിഫൈഡ് ഡേറ്റ്, എന്താണ്, ഒരു സ്പെസിഫൈഡ് ഡേറ്റിൽ ഒരു സ്പെസിഫിക് എമൗണ്ട് നിങ്ങൾക്ക് തന്നുകൊള്ളാം. ആൻഡ് ടു പേ പീരിയോഡിക്കൽ ഇൻട്രസ്റ്റ് അറ്റ് ഫിക്സഡ് റേറ്റ്, എന്താണ്, അതുപോലെ തന്നെ അതായത് നിങ്ങൾക്ക് ഒരു പ്രത്യേക ദിവസം അല്ലെങ്കിൽ ഒരു സ്പെസിഫൈഡ് ഡേറ്റിൽ ഒരു സ്പെസിഫൈഡ് എമൗണ്ട് തരാം, അതുപോലെ തന്നെ തെറ്റാണ്ട് പീരിയോഡിക്കലായിട്ട് ഒരു ഫിക്സഡ് ഇൻട്രസ്റ്റും തരാം. ആരുടെ, പർട്ടിക്കുലർ ഓഫീസ് ഓഫ് RBI, RBIയുടെ ഒരു പർട്ടിക്കുലർ ഓഫീസിൽ നിന്ന് എന്ത് തരാം, നിങ്ങൾക്കൊരു ഫിക്സഡ് ആയിട്ടുള്ള ഇൻട്രസ്റ്റ് റേറ്റും തരാം, അതുപോലെ തന്നെ എന്തൊക്കെ തരാം, സ്പെസിഫൈഡ് എമൗണ്ട് സ്പെസിഫൈഡ് ഡേറ്റിൽ തരാം എന്നൊരു പ്രോമിസ് ആര് വെക്കാണ്, നമ്മുടെ ഗവൺമെന്റ് അല്ലെങ്കിൽ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ. ഇത് ആർക്കാണോ കിട്ടേണ്ടത് അയാൾക്ക് ഒരു പ്രോമിസ് നൽകുകയാണ് ഇവിടെ ചെയ്യുന്നത്, ഗവൺമെന്റ് പ്രോമിസറി നോട്ടിൽ ചെയ്യുന്നത്. അപ്പൊ ഗവൺമെന്റിന് ഫണ്ട് ആവശ്യമായിട്ട് വരുന്ന സമയത്ത് ഗവൺമെന്റ് ഇത്തരത്തിലുള്ള സെക്യൂരിറ്റീസ് ഇഷ്യൂ ചെയ്തുകൊണ്ട് പബ്ലിക്കിന്റെ കയ്യിൽ നിന്ന് ഫണ്ട് കളക്ട് ചെയ്യാറുണ്ട്. അപ്പൊ ഫണ്ട് കളക്ട് ചെയ്യുമ്പോൾ അവർക്കൊരു സർട്ടിഫിക്കറ്റ് കൊടുക്കണ്ടേ, അല്ലെങ്കിൽ അവർക്കൊരു പ്രോമിസറി നോട്ട് കൊടുക്കണം. ആ പ്രോമിസറി നോട്ടിൽ എന്താണ് പ്രോമിസ് ചെയ്യുന്നത്, നമ്മുടെ ഗവൺമെന്റ് പ്രോമിസ് ചെയ്യാണ് അയാൾക്ക്, ആരാണോ ഈ ഫണ്ട് തരുന്നത് അവർക്ക് പ്രോമിസ് ചെയ്ത് കൊടുക്കുകയാണ് ഒരു പർട്ടിക്കുലർ ഡേറ്റിൽ ഒരു പർട്ടിക്കുലർ എമൗണ്ടും അതോടൊപ്പം പീരിയോഡിക്കലായിട്ട് ഫിക്സഡ് റേറ്റിൽ പീരിയോഡിക്കൽ ഇൻട്രസ്റ്റും തരാമെന്ന് എന്ത് ചെയ്യാണ്, വാഗ്ദാനം നൽകുക അല്ലെങ്കിൽ പ്രോമിസ് നൽകിക്കൊണ്ടാണ് എന്ത് ഇഷ്യൂ ചെയ്യുന്നത്, ഗവൺമെന്റ് പ്രോമിസറി നോട്ട് ഇഷ്യൂ ചെയ്യുന്നത്. ഇത് ഒരു നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആണ്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് നോക്കാം ബിയറർ ബോണ്ട്. എന്താണ് ബിയറർ ബോണ്ട്, അതായത് അത് ആരാണോ ബെയർ ചെയ്യുന്നത് അദ്ദേഹത്തിന് അത് കിട്ടാനുള്ള റൈറ്റ് ഉണ്ട് അല്ലേ. എന്താണ്, ബെയറർ ബോണ്ട് ആർ ഇഷ്യൂഡ് ബൈ ദി ഗവൺമെന്റ് ഫോർ റേസിംഗ് ലോങ് ടേം ഫണ്ട്. എന്താണ്, ഇതും ഗവൺമെന്റ് തന്നെയാണ് ഇഷ്യൂ ചെയ്യുന്നത്. നമുക്കറിയാം, നമ്മൾ ഗവൺമെന്റ് ഇഷ്യൂ ചെയ്യുന്ന കാര്യങ്ങളാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ. ദെൻ ഇവിടെ എന്താണ്, റേസിംഗ് ലോങ് ടേം ഫണ്ട്, ദീർഘകാലത്തേക്കുള്ള ഫണ്ട് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഗവൺമെന്റ് ഇഷ്യൂ ചെയ്യുന്ന ബോണ്ടാണ് ബെയറർ ബോണ്ട് എന്ന് പറയുന്നത്. പ്രിന്റഡ് കൂപ്പൺസ് ഫോർ ഇൻട്രസ്റ്റ് ആർ അറ്റാച്ച്ഡ് ടു ദി ബോണ്ട്. എന്താണ്,
പ്രിന്റഡ് കൂപ്പൺസ് നമ്മൾ ഈ ബോണ്ടിനോടൊപ്പം ഒരു കാര്യം കൂടി അറ്റാച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്താണ്? ഇൻട്രസ്റ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പ്രിന്റഡ് കൂപ്പണും കൂടി എന്ത് ചെയ്തിട്ടുണ്ട്? ബെയറർ ബോണ്ടിന്റെ കൂടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഇൻട്രസ്റ്റ് ഈസ് പേയബിൾ ഓൺ ദി പ്രസന്റേഷൻ ഓഫ് കൂപ്പൺ. എന്താണ്? നമുക്ക് ഇൻട്രസ്റ്റ് എപ്പോൾ കൊടുക്കണം? ആരെങ്കിലും അല്ലെങ്കിൽ ആരാണോ ഇത് പ്രസന്റ് ചെയ്യുന്നത്, ആ ഒരു കൂപ്പൺ നമ്മൾ പറഞ്ഞു അതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്തിരിക്കുന്ന കൂപ്പൺ ഉണ്ട് എന്ന് പറഞ്ഞു അല്ലേ, ആ കൂപ്പൺ പ്രസന്റ് ചെയ്യുന്ന സമയത്ത് ഇൻട്രസ്റ്റ് പേയബിൾ ആണ്. അതുപോലെ തന്നെ ഓൺ ദി ഡ്യൂ ഡേറ്റ് ദ ലോൺ വിൽ ബി റീപെയ്ഡ് ടു ദി പേഴ്സൺ ഹു ഫിസിക്കലി പ്രസന്റ്. അതായത് ആരാണോ ഈ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ബെയറർ ബോണ്ട് കൊണ്ടുവന്ന് കാണിക്കുന്നത് അവർക്കാണ് എന്ത് കൊടുക്കുന്നത്? നമ്മുടെ ആ ഒരു ലോൺ എമൗണ്ട് അല്ലെങ്കിൽ ആ ഒരു പേയ്മെന്റും അതുപോലെ തന്നെ ഇൻട്രസ്റ്റും നൽകുന്നത്. അതുകൊണ്ടാണ് അതിനെ ബെയറർ ബോണ്ട് എന്ന് പറഞ്ഞത്. ആരാണോ ബെയർ ചെയ്യുന്നത് അദ്ദേഹത്തിനാണ് അത് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ അത് ട്രാൻസ്ഫറബിൾ ആണ്. ഇപ്പം ഞാനാണ് വാങ്ങിച്ചത് എന്ന് വിചാരിച്ചിട്ട് അല്ലെങ്കിൽ ഞാനാണ് എൻ്റെ കയ്യിലുള്ള ഫണ്ടാണ് ഗവൺമെന്റിന് കൊടുത്തത്, എന്നിട്ട് എനിക്കാണ് ആ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ആ ബോണ്ട് സർട്ടിഫിക്കറ്റ് കിട്ടിയത് എന്ന് വെച്ചിട്ട് എപ്പോഴും അല്ലെങ്കിൽ അതിൻ്റെ മെച്യൂരിറ്റി പീരീഡിൽ അത് എനിക്ക് തന്നെ കിട്ടണമെന്നില്ല. ഞാൻ ഇത് മറ്റൊരാൾക്ക് വേണമെങ്കിൽ കൊടുക്കാം. അങ്ങനെ പല ആൾക്കാരിലേക്ക് എന്ത് ചെയ്യാം? കൈമാറ്റം ചെയ്യപ്പെടാം. എന്നിട്ട് അറ്റ് ലാസ്റ്റ് ആരുടെ കയ്യിലാണ് ആ ഒരു മെച്യൂരിറ്റി പീരീഡിൽ ആ ഒരു ബോണ്ട് ഉള്ളത്, അയാൾക്ക് ഇത് പ്രസന്റ് ചെയ്യുന്ന സമയത്ത് എന്ത് കിട്ടും? ആ ഒരു എമൗണ്ട് കിട്ടും. അതുകൊണ്ട് തന്നെ ഇതിന് നമ്മൾ ബെയറർ ബോണ്ട്, ആരാണോ ബെയർ ചെയ്യുന്നത് അദ്ദേഹത്തിനാണ് അത് കിട്ടുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ എന്താണ്? ഗവൺമെന്റ് ആണ് ഇഷ്യൂ ചെയ്യുന്നതെന്ന് മനസ്സിലാക്കുക. ലോങ് ടേം ഫണ്ടിന് വേണ്ടിയിട്ടാണ് ഗവൺമെന്റ് ഇഷ്യൂ ചെയ്യുന്നത്. ഇതിന്റെ കൂടെ എന്തുണ്ട്? ഒരു പ്രിന്റഡ് കൂപ്പൺ എന്തായിരിക്കും? അറ്റാച്ച് ചെയ്തിട്ടുണ്ടായിരിക്കും. അതിനകത്ത് ഇൻട്രസ്റ്റ് റേറ്റ് ആണുള്ളത്. അപ്പൊ ഇൻട്രസ്റ്റ് പേ ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം? നമ്മൾ ഈ കൂപ്പൺ എന്ത് ചെയ്യണം? പ്രസന്റ് ചെയ്യണം. അതുപോലെ തന്നെ ഫിസിക്കലി ആരാണോ പ്രസന്റ് ചെയ്യുന്നത് അദ്ദേഹത്തിനാണ് എന്ത് കിട്ടുന്നത്? നമ്മുടെ ലോണ് റീപെയ്ഡ് ചെയ്ത് കിട്ടുന്നത് അല്ലെങ്കിൽ റീപേ ചെയ്ത് കിട്ടുന്നത്. ഓക്കെ, ഇത്രയാണ് ബിയറർ ബോണ്ടുമായിട്ട് പറയാനുള്ളത്. അപ്പോൾ ഗവൺമെന്റ് സെക്യൂരിറ്റീസ് നമ്മൾ 3 പറഞ്ഞു. എന്തൊക്കെയായിരുന്നു? ഇൻസ്ക്രൈബ്ഡ് സ്റ്റോക്ക് പറഞ്ഞു, അതുപോലെ തന്നെ നമ്മൾ ഗവൺമെന്റ് പ്രോമിസറി നോട്ട് പറഞ്ഞു, ലാസ്റ്റ് വൺ നമ്മൾ ബിയറർ ബോണ്ട് പറഞ്ഞു. ഓക്കെ, ഇത്രയാണ് നമ്മുടെ ഗവൺമെന്റ് സെക്യൂരിറ്റീസിനെ പറ്റിയിട്ട് പറയാനുള്ളത്. ഓക്കെ, ഇതെല്ലാം എന്താണ്? ലോങ് ടേം അല്ലെങ്കിൽ മീഡിയം ടേം നേച്ചറിലുള്ളതാണ്. കാരണം നമ്മൾ ക്യാപിറ്റൽ മാർക്കറ്റ് ഇൻസ്ട്രുമെന്റ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. നെക്സ്റ്റ് നമുക്ക് നോക്കാം പ്രൈമറി സെക്യൂരിറ്റീസ്. നമ്മുടെ മെയിൻ 3ാമത്തെ ക്ലാസിഫിക്കേഷൻ ആണ് ഇത്. ആദ്യം നമ്മൾ കോർപ്പറേറ്റ് സെക്യൂരിറ്റീസ് പറഞ്ഞിരുന്നു. രണ്ടാമതായിട്ട് നമ്മൾ എന്താണ് പറഞ്ഞത്? ഗവൺമെന്റ് സെക്യൂരിറ്റീസ് പറഞ്ഞു. ദെൻ 3ാമത്തെ ക്ലാസിഫിക്കേഷൻ ആണ് പ്രൈമറി സെക്യൂരിറ്റീസ്. എന്താണ് പ്രൈമറി സെക്യൂരിറ്റീസ് എന്ന് പറഞ്ഞാൽ? പ്രൈമറി സെക്യൂരിറ്റീസ് ആർ ദോസ് സെക്യൂരിറ്റീസ് ഇഷ്യൂഡ് ബൈ ദി അൾട്ടിമേറ്റ് യൂസേഴ്സ് ഓഫ് ക്യാപിറ്റൽ ടു ദി അൾട്ടിമേറ്റ് സെർവേഴ്സ് ഓഫ് ക്യാപിറ്റൽ. എന്താണ് പ്രൈമറി സെക്യൂരിറ്റീസ് എന്ന് പറഞ്ഞാൽ? ഇടനിലക്കാരൊന്നുമില്ല. ആരുടെ കയ്യിലാണോ സേവിങ്സ് ഉള്ളത് അയാള് ആർക്കാണോ ആവശ്യമായിട്ടുള്ളത് അവർ തമ്മിലാണ് എന്ത് ചെയ്യുന്നത്? മീറ്റ് ചെയ്യുന്നത്. അപ്പൊ ആ ഒരു ഇഷ്യൂ അല്ലെങ്കിൽ അവിടെ ഉപയോഗിക്കുന്ന സെക്യൂരിറ്റീസിനെയാണ് നമ്മൾ എന്തെന്ന് പറഞ്ഞത്? പ്രൈമറി സെക്യൂരിറ്റീസ് എന്ന് പറഞ്ഞത്. ഇറ്റ് ഈസ് എ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ഇൻ സെക്യൂരിറ്റീസ് ഇഷ്യൂഡ് ബൈ കമ്പനി, ഗവൺമെന്റ് ആൻഡ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ. എന്താണ്? ഇതൊരു ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ആണ് അല്ലേ? അവിടെ സെക്യൂരിറ്റീസ് ഇഷ്യൂ ചെയ്യുന്നത് ആരാകാം? ഒന്നെങ്കിൽ കോർപ്പറേറ്റ് കമ്പനീസ് ആവാം, ഗവൺമെന്റ് ആകാം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലുമൊക്കെ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആവാം. ഇവിടെ നമ്മൾ അങ്ങനെ ക്ലാസിഫിക്കേഷൻ ചെയ്യുന്നില്ല. കമ്പനീസോ ഗവൺമെന്റോ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനോ ഒക്കെ ചെയ്യാം. പക്ഷെ ഇവിടെ എന്തുണ്ടായിരിക്കണം? ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ആയിരിക്കണം. അതായത് അൾട്ടിമേറ്റ് സേവേഴ്സും അൾട്ടിമേറ്റ് ബോറോവേഴ്സും തമ്മിലാണ് എന്ത് ചെയ്യേണ്ടത്? ഡീലിങ്സ് നടത്തേണ്ടത്. അപ്പൊ അതിനു വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെന്റിനെയാണ് നമ്മൾ എന്തെന്ന് പറഞ്ഞത്? പ്രൈമറി സെക്യൂരിറ്റീസ് എന്ന് പറഞ്ഞത്. വെൻ വൺ സബ്സ്ക്രൈബ് ടു എ ന്യൂ ഷെയർ. എന്താണ്? ഇവിടെ ഒരാൾ ഒരു പുതിയ ഷെയറോ ഡിബഞ്ചറോ അല്ലെങ്കിൽ ഗവൺമെന്റ് ബോണ്ടോ എന്താണ് സബ്സ്ക്രൈബ് ചെയ്യുകയാണ് എങ്കിൽ ഹീ സെറ്റ് ടു ഇൻവെസ്റ്റ് ഇൻ പ്രൈമറി മാർക്കറ്റ്. കാരണം എന്താണ്? നേരത്തെ വേറൊരാൾ വാങ്ങിച്ച ഷെയർ അല്ല അവിടെ വാങ്ങിക്കുന്നത്, അല്ലെങ്കിൽ വാങ്ങിച്ച ഡിബഞ്ചർ അല്ല വാങ്ങിക്കുന്നത്. അവിടെ ഒരു ന്യൂ ഷെയർ, ഒരു പുതിയ ഷെയർ ആണ് നമ്മൾ ഇഷ്യൂ ചെയ്യുന്നത് അല്ലെങ്കിൽ ഒരാൾ വാങ്ങിക്കുന്നത്. അതിന് മുന്നേ അത് വേറെ ആരും വാങ്ങിച്ചിട്ടില്ല അല്ലേ? അതുകൊണ്ട് തന്നെ അവിടെ നമുക്ക് എന്തെന്ന് പറയാം? അതൊരു പ്രൈമറി സെക്യൂരിറ്റി ആണെന്ന് പറയാം. ആദ്യമായിട്ടാണ് ആ ഒരു ഷെയർ ഇഷ്യൂ ചെയ്യുന്നതും അല്ലെങ്കിൽ വാങ്ങിക്കുന്നതും അല്ലേ? അതുകൊണ്ട് തന്നെ അത് നമുക്കൊരു പ്രൈമറി സെക്യൂരിറ്റീസ് ആണ് എന്ന് പറയാൻ വേണ്ടിയിട്ട് പറ്റും. ഇത്രയാണ് നമുക്ക് പ്രൈമറി സെക്യൂരിറ്റീസിനെ പറ്റിയിട്ട് പറയാനുള്ളത്. അപ്പോൾ അവിടെ നിങ്ങൾ ആലോചിച്ചിരിക്കേണ്ടത് ന്യൂ ഷെയർ ആയിരിക്കും. ഇവിടെ എന്താണ്? ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ആയിരിക്കും. അൾട്ടിമേറ്റ് യൂസേഴ്സും അതുപോലെ തന്നെ അൾട്ടിമേറ്റ് സേവേഴ്സ് ഓഫ് ഫണ്ടും ആയിരിക്കും അവിടെ മീറ്റ് ചെയ്യുന്നത്. ഓക്കെ, അതിന് വേണ്ടിയിട്ടാണ് ആ സെക്യൂരിറ്റീസ് യൂസ് ചെയ്യുന്നത്. അത്തരത്തിലുള്ള സെക്യൂരിറ്റീസിനെയാണ് നമ്മൾ എന്തെന്ന് പറഞ്ഞത്? പ്രൈമറി സെക്യൂരിറ്റീസ് എന്ന് പറഞ്ഞത്. ദെൻ നമ്മുടെ 4ാമത്തെ ക്ലാസിഫിക്കേഷൻ, ക്യാപിറ്റൽ മാർക്കറ്റ് ഇൻസ്ട്രുമെന്റിലെ മെയിൻ ആയിട്ടുള്ള 4ാമത്തെ ക്ലാസിഫിക്കേഷൻ ആണ് നമ്മൾ പറഞ്ഞത് സെക്കൻഡറി സെക്യൂരിറ്റീസ് അല്ലെങ്കിൽ ഡെറിവേറ്റീവ്സ്. പ്രൈമറി പഠിച്ച ഒരാൾക്ക് സെക്കൻഡറി ഈസി ആയിട്ട് മനസ്സിലാവും. എന്താണ്? ഒരു തവണ ഇഷ്യൂ ചെയ്ത ഷെയർ
പിന്നീട് മറിച്ച് പല ആൾക്കാരുടെ കയ്യിലേക്ക് മറിഞ്ഞു പോവുകയാണെങ്കിൽ അല്ലെങ്കിൽ അങ്ങനത്തെ ട്രേഡാണ്. അതായത് പ്രൈമറി സെക്യൂരിറ്റീസ് മനസ്സിലാക്കിയതുപോലെ നേരെ ഓപ്പോസിറ്റ് ചിന്തിച്ചാൽ നമുക്ക് സെക്കൻഡറി സെക്യൂരിറ്റീസ് എന്താണെന്ന് മനസ്സിലാവും അല്ലേ. പ്രൈമറി സെക്യൂരിറ്റി എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഹാൻഡ് ആണെന്ന് പറഞ്ഞു. അപ്പൊ സെക്കൻഡറി എന്തായിരിക്കും? സെക്കൻഡ് ഹാൻഡ് ആയിരിക്കും അല്ലേ. അത്തരത്തിലുള്ള സെക്യൂരിറ്റീസിനെയാണ് നമ്മൾ സെക്കൻഡറി സെക്യൂരിറ്റീസ് എന്ന് പറഞ്ഞത്. നമുക്കൊന്ന് നോക്കാം. ദീസ് ആർ സെക്യൂരിറ്റീസ് ഇഷ്യൂഡ് ബൈ ദി ഫിനാൻഷ്യൽ ഇന്റർമീഡിയറീസ് ടു ദി അൾട്ടിമേറ്റ് സേവേഴ്സ്. എന്താണ് ഇവിടെ? അവിടെ ഒരു ഇന്റർമീഡിയറി ഉണ്ട് അല്ലേ. ഒരിക്കലും ഡയറക്റ്റ് അല്ല. സേവേഴ്സും ബോറോവേഴ്സും തമ്മിൽ ഡയറക്റ്റ് അല്ല അവിടെ ഒരു ലിങ്ക് വരുന്നത്. ഇടയ്ക്കൊരു ഇന്റർമീഡിയറി വരുന്നുണ്ട്. അപ്പോൾ ഇന്റർമീഡിയറിയും അൾട്ടിമേറ്റ് സേവേഴ്സ് ഓഫ് ക്യാപിറ്റലും തമ്മിലാണ് എന്ത് നടക്കുന്നത്? ട്രാൻസാക്ഷൻ നടക്കുന്നത്. ദ ഫിനാൻഷ്യൽ ഇന്റർമീഡിയറി മേ ബി ട്യൂൺ ദ യൂസ് ഓഫ് റിസോഴ്സസ് ഇൻ ദി അക്വിസിഷൻ ഓഫ് പ്രൈമറി സെക്യൂരിറ്റീസ്. എന്താണ്? പ്രൈമറി സെക്യൂരിറ്റീസ് ചിലപ്പോൾ ഒരു ഫിനാൻഷ്യൽ ഇന്റർമീഡിയറി ആദ്യമായിട്ട് ഒരു ഷെയർ ഇഷ്യൂ ചെയ്യുമ്പോൾ അതൊരു ഇന്റർമീഡിയറി വാങ്ങിക്കുന്നു. ദെൻ അതിനുശേഷം അതിന് എന്താണ്? മറിച്ച് വെക്കുകയാണ് ചെയ്യുന്നത് അല്ലേ. വീണ്ടും അല്ലെങ്കിൽ പല ആളിലേക്കാണ് അത് കൈമാറ്റം ചെയ്തു പോകുന്നത്. അപ്പൊ അത്തരത്തിലുള്ള സെക്യൂരിറ്റീസിനെയാണ് നമ്മൾ എന്തെന്ന് പറഞ്ഞത്? സെക്കൻഡറി സെക്യൂരിറ്റീസ് അല്ലെങ്കിൽ ഡെറിവേറ്റീവ്സ് എന്ന് പറഞ്ഞത്. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ ഇവിടെ കൊടുത്തിരിക്കുന്ന എക്സാമ്പിൾ എന്താണ്? ബാങ്ക് അക്സെപ്റ്റ് ഡിപ്പോസിറ്റ് ഫ്രം കസ്റ്റമേഴ്സ്. അതായത് നമ്മളെ പോലെയുള്ള പബ്ലിക്കിന്റെ കയ്യിൽ നിന്ന് ബാങ്ക് ഡിപ്പോസിറ്റ് സ്വീകരിക്കുന്നുണ്ട് അല്ലേ. ബാങ്കിന്റെ ഒരു മെയിൻ ഫംഗ്ഷൻ തന്നെ എന്താണ്? അക്സെപ്റ്റൻസ് ഓഫ് ഡിപ്പോസിറ്റ് ആണ്. അങ്ങനെ ഡിപ്പോസിറ്റ് സ്വീകരിച്ചിട്ട് ബാങ്കിൽ ഇതിങ്ങനെ ചുമ്മാ വെച്ചുകൊണ്ടിരിക്കുകയാണോ ചെയ്യുന്നത്? അല്ല, അത് അവർ പ്രോഫിറ്റബിൾ ആയിട്ടുള്ള സെക്യൂരിറ്റീസിൽ ഇൻവെസ്റ്റ് ചെയ്യൂ അല്ലേ. അപ്പൊ നോക്കിയേ, നമ്മുടെ കയ്യിലുള്ള പൈസ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് പകരം ബാങ്കിൽ കൊണ്ടിടുന്നു. ബാങ്ക് ആണ് അത് ഇൻവെസ്റ്റ് ചെയ്യുന്നത് അല്ലേ. അപ്പോഴെന്താണ്? ബാങ്ക് ഒരു ഇന്റർമീഡിയറി ആയിട്ട് പ്രവർത്തിച്ചുകൊണ്ട് ബാങ്ക് ആണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ആ ഇൻവെസ്റ്റ്മെന്റിനെ നമുക്ക് എന്തെന്ന് പറയാം? സെക്കൻഡറി സെക്യൂരിറ്റീസിലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് എന്ന് പറയാൻ വേണ്ടിയിട്ട് പറ്റും. നോക്കാം. ബാങ്ക് അക്സെപ്റ്റ് ഡിപ്പോസിറ്റ് ഫ്രം ദി കസ്റ്റമേഴ്സ് ആൻഡ് യൂസ് ദിസ് ഡിപ്പോസിറ്റ് ടു പർച്ചേസ് ഷെയർസ് ആൻഡ് ഡിബഞ്ചേഴ്സ് ഇൻ ദി ക്യാപിറ്റൽ മാർക്കറ്റ് അല്ലേ. അപ്പൊ ആ ഷെയർസിനെയും ഡിബഞ്ചേഴ്സിനെയും നമുക്ക് എന്തെന്ന് പറയാം? ഡെറിവേറ്റീവ്സ് അല്ലെങ്കിൽ സെക്കൻഡറി സെക്യൂരിറ്റീസ് എന്ന് പറയാൻ വേണ്ടിയിട്ട് പറ്റും. കാരണം നമ്മുടെ അൾട്ടിമേറ്റ് യൂസേഴ്സും അതുപോലെ തന്നെ ബോറോവേഴ്സും തമ്മിൽ അവിടെ ഒരു ടൈപ്പ് ഉണ്ടോ? ഇല്ല. അവിടെ ഒരു ഇന്റർമീഡിയറി ആയിട്ട് ആര് പ്രവർത്തിച്ചു? ബാങ്ക് പ്രവർത്തിക്കുകയാണ് ചെയ്തത്. ഓക്കെ, അപ്പൊ അത്രയാണ് നമുക്ക് ക്യാപിറ്റൽ മാർക്കറ്റ് ഇൻസ്ട്രുമെന്റിനെ പറ്റിയിട്ട് പറയാനുള്ളത്. മെയിൻ ക്ലാസിഫിക്കേഷൻ 4 നമ്മൾ പറഞ്ഞത്. ആദ്യം നമ്മൾ കോർപ്പറേറ്റ് സെക്യൂരിറ്റീസ് പറഞ്ഞു, ദെൻ അതിനുശേഷം ഗവൺമെന്റ് സെക്യൂരിറ്റീസ് പറഞ്ഞു, ദെൻ പ്രൈമറി സെക്യൂരിറ്റീസ്, ലാസ്റ്റ് വൺ സെക്കൻഡറി സെക്യൂരിറ്റീസ്. ഇത്രയാണ് ക്യാപിറ്റൽ മാർക്കറ്റ് ഇൻസ്ട്രുമെന്റ്സ്. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത ക്യാപിറ്റൽ മാർക്കറ്റ് ഇൻസ്ട്രുമെന്റ്. ഓക്കെ, അപ്പൊ എല്ലാവരും കൃത്യമായിട്ട് പഠിക്കുക. താങ്ക്